Hello all, good evening. Welcome to M-Favor Learning app. Okay, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് എടുക്കാൻ പോകുന്ന ടോപ്പിക്സ് ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് എടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം, CSO, NSSO, നാഷണൽ ഇൻകം സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, സോ ഇന്ന് ഈ ടോപ്പിക്സുകളാണ് കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഇതിൽ ആക്ച്വലി ഫസ്റ്റ് എന്താ നോക്കാം. ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം, ഇതാണ് ആക്ച്വലി നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഇവിടെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ എന്താന്ന്. ഓക്കെ, സോ എന്തായിരുന്നു ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം എന്ന് ഇവിടെ ആദ്യം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം. ഓക്കെ, സോ എന്തൊക്കെ നമുക്ക് നോക്കാം. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ആക്ച്വലി ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ എന്ന് വെച്ചാൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം എന്ന് വെച്ചാൽ ഒരു ഓർഗനൈസ്ഡ് സ്ട്രക്ചർ ഫോം ആയിരിക്കും. ആ സ്ട്രക്ചറിൽ ആക്ച്വലി എന്തൊക്കെയാണ് ഉണ്ടാകുന്നത് വെച്ചാൽ അതിന്റെ മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാന്ന് വെച്ചാൽ കളക്ട് ചെയ്യുക, കമ്പൈൽ ചെയ്യുക, ഓക്കെ, അതേപോലെ അനലൈസ് ചെയ്യുക, ഡാറ്റ കമ്പൈൽ ചെയ്യാന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് ഒരു പ്രൊസീജിയറിൽ ഓർഡറിൽ വെക്കുക. ഡിസിമിനേറ്റിംഗ് പറഞ്ഞു വെച്ചാൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. പ്രൊവൈഡ് ചെയ്യുക സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ അക്രോസ് ഇന്ത്യയിൽ. സോ അതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ആവുക എന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻക്ലൂഡ് ആകും. അതേപോലെ തന്നെ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ ഇൻക്ലൂഡ് ആകുക എന്ന് വെച്ചാൽ ബോത്ത് സെൻട്രലിലും ഉണ്ടാകും, സ്റ്റേറ്റ് ലെവൽസും ഉണ്ടാകും. ആക്ച്വലി സെൻട്രലും സ്റ്റേറ്റ് ലെവലും രണ്ടും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്തതിന് ശേഷമായിരിക്കും റിലയബിൾ ആയിട്ടുള്ള ഡാറ്റ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. സോ എന്തിനൊക്കെ വേണ്ടിയിട്ടാന്ന് വെച്ചാൽ പ്ലാനിങ്ങിന്, പോളിസി മേക്കിങ്ങിന്, റിസർച്ചിന്, ഗവേണൻസിന്. ഓക്കെ, സോ ഗവേണൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ മെയിൻ റെസ്പോൺസിബിലിറ്റി തന്നെ ഇതെല്ലാം ചെയ്യണം എന്നാണ്. സോ സിമ്പിളായി പറയുകയാണെങ്കിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബാക്ക് ബോൺ ഓഫ് ഇന്ത്യസ് ഡാറ്റ ഇൻഫ്രാസ്ട്രക്ചർ. ആക്ച്വലി ഇന്ത്യയിലെ ഡാറ്റാസിന്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ് ബാക്ക് ബോൺ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം ആണ്. അതേപോലെ ഡിസിഷൻ സപ്പോർട്ട് ചെയ്യാൻ എക്കണോമിയിൽ, സൊസൈറ്റിയിൽ, ഗവേണൻസിൽ, അങ്ങനെ. ഓക്കെ, സോ എന്തായിരുന്നു ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം എന്ന് വെച്ചാൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം റെഫേഴ്സ് ടു ഒരു ഓർഗനൈസ്ഡ് സ്ട്രക്ചർ ആണ് എന്ന് വെച്ചാൽ അതിന്റെ മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ കളക്ട് ചെയ്യുക, അതേപോലെ തന്നെ നെക്സ്റ്റ് കറക്റ്റായി ഓർഗനൈസ് ചെയ്യുക, അതാണ് കമ്പയറിംഗിന്റെ മീനിങ്. നെക്സ്റ്റ് അനലൈസ് ചെയ്യുക, നെക്സ്റ്റ് എന്ത് ചെയ്യുക, ഡിസിമിനേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ പ്രൊവൈഡ് ചെയ്യുക സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ അക്രോസ് ഇന്ത്യയിൽ. സോ അതിൽ മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് വരുന്നതാണ് ഏതൊക്കെ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അതിൽ മെയിൻ ആയിട്ട് ഏതൊക്കെ വരിക എന്ന് വെച്ചാൽ അറ്റ് ബോത്ത് സെൻട്രൽ വരും, സ്റ്റേറ്റ് ലെവൽസും വരും. സോ ഇത് മെയിൻ ആയിട്ട് ടുഗദറായി വർക്ക് ചെയ്തതിന് ശേഷം റിലയബിൾ ആയിട്ടുള്ള ഡാറ്റാസ് പ്രൊവൈഡ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ പ്ലാൻ ചെയ്യാൻ, പോളിസി മേക്ക് ചെയ്യാൻ, റിസർച്ച് നടത്താനും, ഗവേണൻസ്, ഇതിനൊക്കെ വേണ്ടിയിട്ട്. സോ സിമ്പിളായി പറയുകയാണെങ്കിൽ എന്തായിരുന്നു ഡാറ്റയിലെ ബാക്ക് ബോൺ മെയിൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം ആണ്. മെയിൻ ആയിട്ട് എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ, ഡിസിഷൻ എടുക്കുക എക്കോണമിയിലും, സൊസൈറ്റിയിലും, ഗവേണൻസിലും. ഓക്കെ, സോ ഇതാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെയാണ് കീ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം എന്ന് നമുക്ക് നോക്കാം. സോ ആദ്യം എന്തൊക്കെ ഫീച്ചേഴ്സ് എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് അടുത്തതിലോട്ട് കിടക്കാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റത്തിൽ ഫസ്റ്റ് വൺ ആണ് ഡീസെൻട്രലൈസ്ഡ് സ്ട്രക്ചർ. എന്ന് വെച്ചാൽ നമ്മളുടെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് സെൻട്രൽ ആയിട്ടും സ്റ്റേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റമായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അതാണ് ഡീസെൻട്രലൈസ്ഡ് സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻടു എന്തൊക്കെയായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് സെൻട്രലും ഇന്നൊന്ന് സ്റ്റേറ്റും. അതാണ് ഡിവൈഡഡ് ഇൻടു സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി സെൻട്രൽ ഏജൻസീസ് ലൈക്ക് NSO, അതായത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, ഓവർസീ എന്ന് പറഞ്ഞാൽ അവർ മെയിൻ ആയിട്ട് സൂപ്പർവൈസ് ചെയ്യുന്നത്, ലുക്ക് ആഫ്റ്റർ ചെയ്യുന്നത്, അതാണ് മെയിൻ കേട്ടോ.
സോ ഡാറ്റാസ്, അതേപോലെ സെൻട്രൽ ഏജൻസി ഈ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് NSO എന്താ ഓവർസീസ് എന്ന് വെച്ചാൽ ലുക്ക് ആഫ്റ്റർ അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യുക എന്ന് പറയുന്നത് നാഷണൽ ലെവൽ ഡാറ്റ സൂപ്പർവൈസ് ചെയ്യും. സ്റ്റേറ്റ് ഡയറക്ടറീസ് എന്താ മാനേജ് ചെയ്യാന്ന് വെച്ചാൽ റീജിയണൽ ഡാറ്റ ആയിരിക്കും മാനേജ് ചെയ്യുക. ഓക്കെ, സോ എന്തൊക്കെയാ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം? ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ, ഡീസെൻട്രലൈസ്ഡ് സ്ട്രക്ചർ ആണ്. ആക്ച്വലി ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം ഡിവൈഡ് ചെയ്തിരിക്കുന്നത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം ഉണ്ട്, സ്റ്റേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം ഉണ്ട്. സെൻട്രൽ ഏജൻസി എന്ന് പറയുന്നത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ്. മെയിൻ ആയിട്ട് അവിടെ എന്താ ലുക്ക് ആഫ്റ്റർ ചെയ്യാന്ന് വെച്ചാൽ നാഷണൽ ലെവൽ ഡാറ്റയാണ്. സ്റ്റേറ്റ് ഡയറക്ടേഴ്സ് എന്താ ചെയ്യുന്ന വെച്ചാൽ റീജിയൻ ലെവൽ ഡാറ്റ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, സെൻട്രൽ ഏജൻസിയിൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അവിടെ സൂപ്പർവൈസ് ചെയ്ത നാഷണൽ ലെവൽ ഡാറ്റയാണ്. സ്റ്റേറ്റ് ഡയറക്ടേഴ്സ് അവിടെ എന്താ ഡയറക്ടറേറ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ റീജിയണൽ ഡാറ്റയാണ് മാനേജ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് കോർഡിനേഷൻ ബിറ്റ്വീൻ ഏജൻസീസ് ആണ്. ആക്ച്വലി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് യൂണിറ്റ് രണ്ടും കൂടെ കൊളാബറേറ്റ് ചെയ്തിട്ട്, കൊളാബറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അർത്ഥം, കോപ്പറേറ്റ് ചെയ്തിട്ട് കേട്ടോ, രണ്ടും കൂടെ കൊളാബറേറ്റ് ചെയ്തിട്ട് എൻഷുർ ചെയ്യും കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ എല്ലാം അക്യുറേറ്റ് ആണ്, ഡാറ്റാസ് എല്ലാം കറക്റ്റ് ആണ്, ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ എന്ന് ആദ്യം ഉറപ്പ് വരുത്തണം. അതാണ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് യൂണിറ്റ് രണ്ടും കൂടെ കോപ്പറേഷൻ ചെയ്തതിനു ശേഷം ഉറപ്പ് വരുത്തണം ഡാറ്റ കളക്ട് ചെയ്തത് കറക്റ്റ് ആയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുന്നതാണ്. ടു എൻഷുർ കൺസിസ്റ്റൻസി, കൺസിസ്റ്റൻസിന്റെ അർത്ഥം അക്യുറേറ്റ് കറക്റ്റ് എന്നാണ്, കൊളാബറേറ്റ് എന്ന് പറഞ്ഞാൽ കോപ്പറേഷൻ എന്നുള്ള മീനിങ് ആണ് കേട്ടോ. സോ അതേപോലെ കോർഡിനേറ്റ് ഈസ് ലീഡ് ബൈ MOSPI. ആക്ച്വലി ഇതിന്റെ കോർഡിനേഷൻ മെയിൻ ആയിട്ട് ആരാണ് ലീഡ് ചെയ്യുക? മെയിൻ എന്ന് വെച്ചാൽ MOSPI എന്ന് ഉദ്ദേശിക്കുന്നത് എന്നറിയോ? മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ആണ് ഈ MOSPI എന്ന് ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നു. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ കേട്ടോ. സോ അതേപോലെ നെക്സ്റ്റ് ആണ് ഡൈവേഴ്സ് ഡാറ്റ കവറേജ് ആണ്. ഇവിടെ ആക്ച്വലി കവർ ചെയ്യുന്നത് വൈഡ് റേഞ്ച് ഓഫ് സെക്ടേഴ്സ് ആണ് ഇവിടെ കവർ ചെയ്യുന്നത്. എക്കോണമി, പോപ്പുലേഷൻ, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, അഗ്രികൾച്ചർ, ലേബർ, ഇൻഡസ്ട്രി, അങ്ങനെ. ഓക്കെ, അതേപോലെ ഇവിടെ എന്താ ഇൻക്ലൂഡ് ചെയ്യുന്നത് പറഞ്ഞാൽ ബോത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഡാറ്റയാണ്. എക്സാമ്പിൾ ഇപ്പോൾ ബർത്ത് ഓർ ഡെത്ത് റെക്കോർഡ്സ്. അതേപോലെ സർവേ ഡാറ്റ ഉദ്ദേശിക്കുന്ന എക്സാമ്പിൾ ഇപ്പോൾ എംപ്ലോയ്മെന്റ് സർവേ, അങ്ങനെയൊക്കെ. അതാണ് ഇൻക്ലൂഡ് ബോത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഡാറ്റയാണ് ആക്ച്വലി ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഒന്ന് ബർത്ത് അല്ലെങ്കിൽ ഡെത്ത് റെക്കോർഡ്, സർവേ ഡാറ്റ ഉദ്ദേശിക്കുന്ന എംപ്ലോയ്മെന്റ് സർവേ, അങ്ങനെയൊക്കെ. സോ ഇതൊക്കെയാണ് എന്ത് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് യൂസ് ഓഫ് സയന്റിഫിക് മെത്തേഡ്സ് ആണ്. യൂസ് ഓഫ് സയന്റിഫിക് മെത്തേഡ്സ് എന്ന് വെച്ചാൽ ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക് അപ്ലൈ ചെയ്യുന്നുണ്ട്, സാമ്പിളിംഗ് മെത്തേഡ്സ് ഉണ്ട്, അതേപോലെ സയന്റിഫിക് ടൂൾസ് ഉണ്ട്. ആക്ച്വലി ഇതിലൂടെയൊക്കെ നമ്മൾ ഉറപ്പ് വരുത്തണം ഇവിടെ നിന്ന് കിട്ടുന്ന ഈ കളക്ട് ചെയ്യുന്ന ഡാറ്റയൊക്കെ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു എൻഷുർ ഇറ്റ് ഈസ് അക്യുറേറ്റ് ആൻഡ് റിലയബിൾ. അതായത് കിട്ടിയ ഡാറ്റ എല്ലാം അക്യുറേറ്റ് ആണ്, റിലയബിൾ ആണെന്ന് ആദ്യം എന്ത് ചെയ്തിരിക്കണം? ഉറപ്പ് വരുത്തണം. നെക്സ്റ്റ് ആണ് റെഗുലർ ആൻഡ് പീരിയോഡിക് സർവേ എന്ന് ഉദ്ദേശിക്കുന്നത് റൊട്ടീൻ ആയിട്ട് എന്ന് വെച്ചാൽ ഡെയിലി, അതേപോലെ ലാർജ് സ്കെയിൽ സർവേ ഒക്കെ എന്ത് ചെയ്യുക? കണ്ടക്ട് ചെയ്യുക. ഇപ്പൊ എക്സാമ്പിൾ സെൻസസ്, NSS എന്ന് വെച്ചാൽ നാഷണൽ സാമ്പിൾ സർവേ, അതേപോലെ എക്കണോമിക് സർവേ ഇതൊക്കെ എന്ത് ചെയ്യുക? കണ്ടക്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ആണ് ട്രാൻസ്പാരൻസി ആൻഡ് പബ്ലിക് ആക്സസ് ഉദ്ദേശിക്കുന്നത് ഡാറ്റ ആക്ച്വലി ഇപ്പൊ എന്തിനാ ഇവർ കളക്ട് ചെയ്തിരിക്കുന്നത്? ഡാറ്റ ഈ സോഫ്റ്റ്വെയർ മെയ്ഡ് അവൈലബിൾ. ഡാറ്റ കളക്ട് ചെയ്തതിനു ശേഷം ആർക്കായിരിക്കും കൊടുക്കുക? പബ്ലിക്കിന് കൊടുക്കുക, റിപ്പോർട്ടിലൂടെ, വെബ്സൈറ്റിലൂടെ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ ഒക്കെ പ്രൊവൈഡ് ചെയ്യും. ട്രാൻസ്പാരൻസി പറയുമ്പോൾ ആക്സസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, റിസർച്ച് പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ആണ് പോളിസി ഓറിയന്റഡ് റൂൾ ആണ്. ആക്ച്വലി ഇത് മെയിൻ ആയിട്ട് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് റോളാണ് പ്ലേ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ ഈ നാഷണൽ പോളിസീസ്, ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്, അതൊക്കെ നമുക്ക് കളക്ട് ചെയ്ത ഡാറ്റ പ്രകാരമായിരിക്കും എന്ത് ചെയ്യുക? ഇവര് ഇംപ്ലിമെന്റ് ചെയ്യുക. അതാണ് പ്ലേ എ ക്രിട്ടിക്കൽ റോൾ, ഇമ്പോർട്ടന്റ് റോളാണ് പ്ലേ ചെയ്യുന്നത്. ഫോർമുലേറ്റ് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ആയിട്ട് ഇത് നടപ്പിലാക്കാൻ, ഇംപ്ലിമെന്റ് ചെയ്യാൻ. ഓക്കെ, പോളിസീസും ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ ബേസ്ഡ് ഓൺ നമുക്ക് കിട്ടിയ ഡാറ്റ പ്രകാരം. ഓക്കെ, സോ അപ്പൊ എന്തൊക്കെയായിരുന്നു? അപ്പോ ശ്രദ്ധിക്കുക, നമ്മുടെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം എന്ന് വെച്ചാൽ ഒരു ഓർഗനൈസ്ഡ് എന്ന് വെച്ചാൽ ഒരു കറക്റ്റ് ആയിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ട്. അതിന്റെ മെയിൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്, അതിന്റെ മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ ഡാറ്റാസ് എല്ലാം കളക്ട് ചെയ്യുക, നെക്സ്റ്റ് എന്ത് ചെയ്യുക? ഓർഗനൈസ് ചെയ്യുക, ദാറ്റ് ഈസ് കമ്പയർ ചെയ്യുക, അനലൈസ് ചെയ്യുക, നെക്സ്റ്റ് എന്ത് ചെയ്യുക? പ്രൊവൈഡ് ചെയ്യുക ഡാറ്റാസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ഇന്ത്യയിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുക. അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് ബോത്ത് സെൻട്രലിലും ഉണ്ട് സ്റ്റേറ്റ് ലെവലും ഉണ്ട്. അത് മെയിനായി ടുഗദറായി വർക്ക് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുക? വളരെ കറക്റ്റ് ആയിട്ട് റിലയബിൾ ആയിട്ടുള്ള ഡാറ്റ പ്രൊവൈഡ് ചെയ്യുക. പ്ലാനിങ്ങിന്, പോളിസി മേക്കിങ്ങിന്, റിസർച്ച്, ഗവേണൻസിനൊക്കെ എന്ത് ചെയ്യുക? പ്രൊവൈഡ് ചെയ്യുക. സോ സിമ്പിളായി പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഡാറ്റ സ്ട്രക്ചറിന്റെ മെയിൻ ബാക്ക് ബോൺ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം ആണ്. മെയിനായി ഡിസിഷൻസ് സപ്പോർട്ട് ചെയ്യാൻ, ഡിസിഷൻസ് ഏതൊക്കെ ഏരിയസിലാണ് മെയിനായി സപ്പോർട്ട് ചെയ്യാൻ? എക്കോണമി, സൊസൈറ്റി, ഗവേണൻസ്. ഓക്കെ, ഗവേണൻസ് പറഞ്ഞാൽ മാനേജ്മെന്റ്, റെസ്പോൺസിബിലിറ്റി, ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി എന്തൊക്കെയാണ് കീ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം എന്ന് വെച്ചാൽ ഡീസെൻട്രലൈസ്ഡ് സ്ട്രക്ചർ ആണ്. ഇത് മെയിനായി ഡിവൈഡ് ചെയ്തിരിക്കുന്നത് സെൻട്രലും സ്റ്റേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം ആണ്.
സെൻട്രൽ ഏജൻസീസ് ഏതൊക്കെയാന്ന് വെച്ചാൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ് മെയിൻ ആയിട്ട് നാഷണൽ ലെവൽ ഡാറ്റ സൂപ്പർവൈസ് ചെയ്യുക. സ്റ്റേറ്റ് ഡയറക്ടറീസ് ആണ് റീജിയണൽ ഡാറ്റ മാനേജ് ചെയ്യുക. കോർഡിനേഷൻ ബിറ്റ്വീൻ ഏജൻസീസ് എന്ന് വെച്ചാൽ സെൻട്രലും സ്റ്റേറ്റ് യൂണിറ്റും രണ്ടും കൂടെ കോപ്പറേഷൻ ചെയ്തിട്ടാണ് ആദ്യം ഉറപ്പുവരുത്തണം ഡാറ്റ കളക്ട് ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആണെന്ന് ആദ്യം ഉറപ്പുവരുത്തണം. അതേ സ്റ്റാൻഡേർഡ് പ്രകാരമാണെന്ന് ആദ്യം എൻഷുർ ചെയ്തിരിക്കണം. കോർഡിനേഷൻ മെയിൻ ആയിട്ട് ആരാ കോപ്പറേറ്റ് ചെയ്യണേ പറഞ്ഞാൽ MOSPI ആണ്, അതായത് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ആണ്. ഇനി അതുപോലെ ഡൈവേഴ്സ് ഡാറ്റ കവറേജ് പറയുമ്പോൾ മെയിൻ ആയിട്ട് കുറച്ച് സെക്ടേഴ്സ് ആണ് കവർ ചെയ്തിരിക്കുന്നത്. എക്കോണമി, അതേപോലെ പോപ്പുലേഷൻ, നെക്സ്റ്റ് ഹെൽത്ത്, എഡ്യൂക്കേഷൻ, അഗ്രികൾച്ചർ, ലേബർ, ഇൻഡസ്ട്രി, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സെക്ടേഴ്സ് ഫുള്ളും കവർ ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ് 2 അഡ്മിനിസ്ട്രേറ്റീവ് ഡാറ്റാസും ഉണ്ട്, ബർത്ത് ഓർ ഡെത്ത് റെക്കോർഡ്, സർവേ ഡാറ്റ, അങ്ങനെ എല്ലാം ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആണ് യൂസ് ഓഫ് സയന്റിഫിക് മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ആണ് അപ്ലൈ ചെയ്യുക. സാമ്പിളിംഗ് മെത്തേഡ്സ്, സയന്റിഫിക് ടൂൾസ്, ഇതിലൂടെ ഉറപ്പുവരുത്തണം കളക്ട് ചെയ്ത ഡാറ്റയൊക്കെ അക്യുറേറ്റ് ആണ്, റിലയബിൾ ആണെന്ന് ഉറപ്പുവരുത്തണം. നെക്സ്റ്റ് ആണ് റെഗുലർ പീരിയോഡിക് റിവ്യൂസ് എന്ന് വെച്ചാൽ റൊട്ടീൻ ആയിട്ട് എന്ന് വെച്ചാൽ ഡെയിലി എന്ത് ചെയ്യാം, റൊട്ടീൻ ആയിട്ട് ലാർജ് സ്കെയിൽ സർവേ ഒക്കെ കണ്ടക്ട് ചെയ്യുക. എന്ന് വെച്ചാൽ NSS പറഞ്ഞാൽ നാഷണൽ സാമ്പിൾ സർവേ, ഇതൊക്കെ കണ്ടക്ട് ചെയ്യുക, എക്കണോമിക് സർവേ ഇതൊക്കെ. ട്രാൻസ്പെറൻസി ആൻഡ് പബ്ലിക് എക്സാമിനർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഡാറ്റ പബ്ലിക്കിന് അവൈലബിൾ ആയി കൊടുക്കും, റിപ്പോർട്ടിലൂടെ, വെബ്സൈറ്റിലൂടെ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ. റിസർച്ച് യൂസിനും ട്രാൻസ്പെറൻസി എല്ലാവർക്കും ആക്സസ് ചെയ്യാനുള്ള രീതിയിലായിരിക്കും ഇവർ എന്ത് ചെയ്യുക, ഡാറ്റാസ് പ്രൊവൈഡ് ചെയ്യുക. പോളിസി ഓറിയന്റഡ് റോൾ എന്ന് വെച്ചാൽ മെയിൻ ഇമ്പോർട്ടൻ്റ് റോൾ പ്ലേ ചെയ്തിരിക്കുന്നത് നാഷണൽ പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യാനും ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ബേസ്ഡ് നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ പ്രകാരം. ഓക്കെ, സോ അപ്പൊ എന്തൊക്കെയായിരുന്നു ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം? ഡീസെൻട്രലൈസ് സ്ട്രക്ചർ, നെക്സ്റ്റ് വൺ കോർഡിനേഷൻ ബിറ്റ്വീൻ ഏജൻസീസ്, ഡൈവേഴ്സ് ഡാറ്റ കവറേജ്, യൂസ് ഓഫ് സയന്റിഫിക് മെത്തേഡ്സ്, റെഗുലർ ആൻഡ് പീരിയോഡിക് സർവേസ്, ട്രാൻസ്പാരൻസി ആൻഡ് പബ്ലിക് ആക്സസ്, പോളിസി ഓറിയന്റഡ് റോൾ. ഇപ്പൊ ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം ക്ലിയർ ആയോ? ലക്ഷ്മി, ഭാഗ്യ, പ്രവിത, അസ്ലമിയ, നന്ദിത എന്നെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഫെബിൻ, ജിൻസി, റോണി, അഞ്ജന, വിദ്യ, ശരണ്യ, സുനിത, അനീഷ, മുബീന, രമ്യ, ഷെഫീന, ഫാത്തിമ, സുജ. ഓക്കെ, ക്ലിയർ ആയോ? റീഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാ സുജ, ഞാൻ ഒന്ന് സൂം ചെയ്യാവേ. ഓക്കെ, ഇപ്പൊ ഓക്കെ ആണോ? സുജ ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? സുജ ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഞാൻ കൂട്ടിയിട്ടുണ്ട്, ഇനി ഒത്തിരി കൂട്ടിക്കഴിഞ്ഞെന്ന് വെച്ചാല് ആ നമ്പേഴ്സ് കാണില്ല, മനസ്സിലായോ? ഒന്ന് നിന്ന് നിങ്ങൾ സൂം ചെയ്തിട്ടൊന്ന് കാണണേ. ഓക്കെ, സോ ഞാൻ നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം, ശ്രദ്ധിച്ചോളൂ. ഷെഫീന, രമ്യ, മുബീന, ജിൻസി, ശരണ്യ, അസ്ലമിയ. ഓക്കെ, സോ നെക്സ്റ്റ് ആണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക് ഓഫീസ് ഓർ ഓർഗനൈസേഷൻ. ഓക്കെ, സോ ശ്രദ്ധിച്ചോളൂ.
സോ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്, സോ അതിന്റെ മീനിങ് നമുക്ക് ആദ്യം നോക്കാം. CSO എന്ന് വെച്ചാൽ ആക്ച്വലി ഗവൺമെന്റൽ ബോഡിയാണ്. ഇതിന്റെ മെയിൻ ടാസ്ക് അല്ലെങ്കിൽ മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ റിലയബിൾ ആൻഡ് ടൈംലി സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ഡിസിഷൻ മേക്കിങ്ങിന്, അതേപോലെ പോളിസി ഫോർമുലേറ്റ് ചെയ്യാൻ. നെക്സ്റ്റ് പബ്ലിക് ഡിസെമിനേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എൻഷുർ ചെയ്യുക സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് ഫോളോ ചെയ്യണമെന്ന് ഉറപ്പുവരുത്തുക. സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടിങ്ങിന് അക്യുറസി ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അക്യുറസി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, കറക്റ്റ് ആണ്, റെലവെന്റ് ആണ് എന്ന് എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. അപ്പൊ എന്തായിരുന്നു CSOന്റെ ഫുൾ ഫോം എന്താണ്, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക് ഓഫീസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ആണ് ഇതിന്റെ ഫുൾ ഫോം. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് ബോഡിയാണ്. അതിന്റെ മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ആക്ടിവിറ്റീസ്, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് മെയിൻ ആയിട്ട് CSOന്റെ റോൾ എന്ന് പറയുന്നത് റിലയബിൾ ആയിട്ടും ടൈംലി ആയിട്ടും സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റാസ് പ്രൊവൈഡ് ചെയ്യുക, ഡിസിഷൻ മേക്കിംഗ് പർപ്പസസിന്, പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ, പബ്ലിക് ആയിട്ട് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ. സോ അതേപോലെ എൻഷുർ ചെയ്യുക സ്റ്റാൻഡേർഡ് മെത്തേഡ്സ് ആണ് ഫോളോ ചെയ്തിരിക്കുന്നത്, സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട് അക്യുറേറ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. ഇതാണ് എന്ത് CSO എന്ന് വെച്ചാൽ. ഓക്കെ, സോ അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ. ഇനി നമുക്ക് എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ് ഓഫ് CSO എന്ന് നമുക്ക് നോക്കാം. ഇനി ഫീച്ചേഴ്സ് ഓഫ് CSO എന്ന് മെയിൻ ആയിട്ട് ഫസ്റ്റ് ഡാറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസ് ആണ്. ആക്ച്വലി ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ഡാറ്റ കളക്ട് ചെയ്യുന്നത് എവിടെന്നാന്ന് വെച്ചാൽ ഗ്യാദർ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഡാറ്റ എവിടെന്നാ കളക്ട് ചെയ്യാന്ന് വെച്ചാൽ ഫ്രം മൾട്ടിപ്പിൾ സോഴ്സസ് ആണ് കളക്ട് ചെയ്യുക. മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 2 സോഴ്സസ് ആണ് കളക്ട് ചെയ്യുക, ഇൻക്ലൂഡിങ് ഇപ്പൊ സെൻസസ്, സർവേ, അഡ്മിനിസ്ട്രേറ്റീവ് റെക്കോർഡ്, ഇവിടെ നിന്നാണ് എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, ട്രെൻഡ് അനലൈസ് ചെയ്യുക. അതായത് ഡെമോഗ്രാഫിക്, എക്കണോമിക്സ്, ലേബർ, എൻവറോൺമെന്റ് ഇതിലൊക്കെ എന്ത് ചെയ്യുക, ട്രെൻഡ് അനലൈസ് ചെയ്യുക. നെക്സ്റ്റ് പബ്ലിക്കേഷൻ ഓഫ് റിപ്പോർട്ട്സ് എന്ന് വെച്ചാൽ റിലീസ് ചെയ്യുക, റെഗുലർ പബ്ലിക്കേഷൻ എന്ത് ചെയ്യുക, റിലീസ് ചെയ്യുക. ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ വന്നിട്ട് നാഷണൽ അക്കൗണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ്, GDP എസ്റ്റിമേറ്റ്. GDP എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, ഒത്തിരി ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് എന്താണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. അതേപോലെ പ്രൈസ് ഇൻഡെക്സ്, അതായത് ഇപ്പം CPI എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, WPI എന്ന് പറഞ്ഞാൽ വെയിറ്റഡ് പ്രൈസ് ഇൻഡെക്സ്, സോഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യാം, ഈ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഓഫീസ് അതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, സോ അത് നിങ്ങളത് നന്നായി ശ്രദ്ധിക്കണം. അപ്പൊ അതാണ് പബ്ലിക്കേഷൻ ഓഫ് റിപ്പോർട്ട് എങ്ങനെ റിലീസ് ചെയ്യുക, റെഗുലർ പബ്ലിക്കേഷൻ റിലീസ് ചെയ്യാം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലൈക്ക് ഇപ്പൊ നാഷണൽ അക്കൗണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ്, GDP എസ്റ്റിമേറ്റ്, പ്രൈസ് ഇൻഡെക്സ്, അങ്ങനെയൊക്കെ. നെക്സ്റ്റ് കോർഡിനേഷൻ റോൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരായിട്ട് എന്ത് ചെയ്യുക, അതായത് കോർഡിനേറ്റ് ചെയ്യാം. മറ്റുള്ളവർ ഉദ്ദേശിക്കുന്നത് ഇവിടെ മിനിസ്ട്രീസ്, ഡിപ്പാർട്ട്മെന്റ്, റീജിയണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഏജൻസി ഒക്കെ ആയിട്ട് കോർഡിനേറ്റ് ചെയ്തതിനു ശേഷം ഒരു ഡാറ്റയിൽ ഒരു കൺസിസ്റ്റൻസി വരുത്തണം. അതാണ് ടു മെയിൻറ്റെയിൻ കൺസിസ്റ്റൻസി ഇൻ ഡാറ്റ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് വെച്ചാൽ ഡെവലപ്പ് ചെയ്യുക, അതേപോലെ എൻഫോഴ്സ് ചെയ്യുക. സ്റ്റാൻഡേർഡ് എൻഫോഴ്സ് ചെയ്യുക വെച്ചാൽ ആസ് പെർ എന്താണോ സ്റ്റാൻഡേർഡ് അത് പ്രകാരം എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ കറക്റ്റായി കളക്ട് ചെയ്യുക. നെക്സ്റ്റ് എന്ത് ചെയ്യുക, പ്രസന്റ് ചെയ്യുക, എന്നിട്ട് അതിലൂടെ ഉറപ്പുവരുത്തുക റിലയബിലിറ്റി ഉണ്ട്, കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഉറപ്പുവരുത്തുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വെച്ചാൽ മെയിൻ ഇമ്പോർട്ടന്റ് റോൾ എന്ന് പറയുന്നത് കീ ഇൻഡിക്കേറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഏതൊക്കെ കീ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വെച്ചാൽ ശ്രദ്ധിക്കണം. ഒന്ന് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഇവിടെ GDP. അതേപോലെ നെക്സ്റ്റ് ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പോപ്പുലേഷൻ എന്ന് വെച്ചാൽ IIP. നെക്സ്റ്റ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് CPI. നെക്സ്റ്റ് ഇൻഫ്ലേഷൻ റേറ്റ്. അപ്പൊ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് വരെ പ്ലേ ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് റോളാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാന്ന് വെച്ചാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പോപ്പുലേഷൻസ്, നെക്സ്റ്റ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, നെക്സ്റ്റ് ഇൻഫ്ലേഷൻ റേറ്റ്. നെക്സ്റ്റ് ആണ് പോളിസി സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ മെയിൻ ആയി സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് പ്ലാനിങ്ങും പോളിസി മേക്കിങ്ങിനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാന്ന് വെച്ചാൽ ബൈ പ്രൊവൈഡിങ് ഡാറ്റാ ബേസ്ഡ് എവിഡൻസ് ഫോർകാസ്റ്റും എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഇന്റർനാഷണൽ കൊളാബറേഷൻ എന്ന് വെച്ചാൽ അവരെങ്ങനെ കൊളാബറേഷൻ നടത്താന്ന് വെച്ചാൽ കൊളാബറേഷൻ പറയുന്നതാണ് മെയിൻ ആയിട്ട് അവരെങ്ങനെ കോപ്പറേഷൻ ചെയ്യാന്ന് വെച്ചാൽ ഗ്ലോബൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആയിട്ട് എന്ത് ചെയ്യും, കോപ്പറേഷൻ ഉണ്ടാവും. അതായത് ഇപ്പോൾ യുണൈറ്റഡ് നാഷൻ, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, വേൾഡ് ബാങ്ക് എന്നിവരെന്ന് വെച്ചാൽ ഈ ഗ്ലോബൽ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രാക്ടീസസ് ഒക്കെ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്ന് വെച്ചാൽ ഈ ഇന്റർനാഷണൽ കൊളാബറേഷൻ പറഞ്ഞ ഇവർ ആരൊക്കെയായിട്ടാണ് കൊളാബറേഷൻ നടത്തുക, കോപ്പറേഷൻ ഉണ്ടാകുന്ന വെച്ചാൽ ഗ്ലോബൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ്. അതിന്റെ എക്സാമ്പിൾസ് ഒക്കെയാണ് ലൈക്ക് ഇപ്പോൾ UN, IMF, വേൾഡ് ബാങ്ക് കൊടുത്തത് ഗ്ലോബൽ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രാക്ടീസസ് വന്നിട്ട് അഡോപ്റ്റ് ചെയ്യാൻ. നെക്സ്റ്റ് മോഡേണൈസേഷൻ ആൻഡ് ഡിജിറ്റൈസേഷൻ എന്ന് വെച്ചാൽ ആക്ച്വലി ഇവിടെ ഡിജിറ്റൽ ടൂൾസും ബിഗ് ഡാറ്റ അനലിറ്റിക്സ് ആണ് യൂസ് ചെയ്യുക. ഈ ഡാറ്റ കളക്ഷൻസ് ഇംപ്രൂവ് ചെയ്യാനും അക്യുറേസി ആണ്. ഈ കളക്ട് ചെയ്ത ഡാറ്റ ഫുള്ളും അക്യുറേറ്റ് ആയിരിക്കണം. അതേപോലെ ഡിസിമിനേഷൻ പറയുമ്പോൾ കറക്റ്റ് ഏതാണ് ആ ടൈമിങ്ങിനുള്ള
അനുസരിച്ചിട്ടായിരിക്കും ഈ ഇൻഫർമേഷൻ കറക്റ്റ് ആ സ്പീഡപ്പിൽ ഇവർ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ അത് ഫുള്ളും ക്ലിയർ ആയിരിക്കണേ. അപ്പൊ എന്തൊക്കെയാണ് CS എന്ന് വെച്ചാൽ അതിന്റെ ഫുൾ ഫോം എന്താ? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് ഓർ ഓർഗനൈസേഷൻ ആണ്. CS എന്ന് വെച്ചാൽ എന്താണ്? ഗവൺമെന്റ് ബോഡിയാണ്. അതിന്റെ മെയിൻ റെസ്പോൺസിബിലിറ്റി പറയുമ്പോൾ എന്താ? സ്റ്റാറ്റിസ്റ്റിക്കൽ ആക്ടിവിറ്റീസ് ഫുൾ കോർഡിനേറ്റ് ചെയ്യുക അക്രോസ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിൽ. അതേപോലെ റിലയബിൾ എന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ടും ടൈംലി ആയിട്ടും സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റാസ് പ്രൊവൈഡ് ചെയ്യുക, ഡിസിഷൻ മേക്കിംഗ് പർപ്പസസിന്, പോളിസി ഫോർമുലേറ്റ് ചെയ്യാൻ, ഇൻഫർമേഷൻ ഒക്കെ. അതേപോലെ നെക്സ്റ്റ് എൻഷർ, ഉറപ്പുവരുത്തുക സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെത്തഡോളജിയാണ് അവർ ഫോളോ ചെയ്യുന്നത്. ആദ്യം എന്ത് ചെയ്യുക? ഉറപ്പുവരുത്തുക എടുത്തിരിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട് അക്യുറസി ആണെന്ന് എന്ത് ചെയ്യുക? എൻഷർ ചെയ്യുക. ഓക്കെ, ഇനി അതേപോലെ തന്നെ കീ ഫീച്ചേഴ്സ് ഓഫ് CSO എന്ന് പറയുമ്പോൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ഡാറ്റ കളക്ഷൻ അനാലിസിസ് ആണ്. ഡാറ്റ എവിടുന്ന കളക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ സോഴ്സ് ആണ് കളക്ട് ചെയ്യുക. അതായത് സെൻസസ്, സർവേ, അഡ്മിനിസ്ട്രേറ്റീവ് റെക്കോർഡ്, അങ്ങനെ മൾട്ടിപ്പിൾ സോഴ്സ് ആണ് കളക്ട് ചെയ്യുക. നെക്സ്റ്റ് ട്രെൻഡ് ഫുള്ളും അനലൈസ് ചെയ്യുക. എന്ന് വെച്ചാൽ ഡെമോഗ്രാഫിക്, എക്കണോമിക്, ലേബർ, എൻവയോൺമെന്റ്. ഡെമോഗ്രാഫിക് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ ജെൻഡറിന്റെ കാറ്റഗറി, അതേപോലെ തന്നെ പോപ്പുലേഷൻസ്, അതിന്റെ പോപ്പുലേഷൻ, ഒക്യുപ്പേഷൻ, എഡ്യൂക്കേഷൻ, അങ്ങനെ ലിറ്ററസി, ഇതിന്റെ ഇതൊക്കെ ഡെമോഗ്രാഫിയിൽ വരും. ഓക്കെ, പബ്ലിക്കേഷൻ ഓഫ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ റെഗുലർ പബ്ലിക്കേഷൻ റിലീസ് ചെയ്യുക, നാഷണൽ അക്കൗണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ്, GDP എസ്റ്റിമേറ്റ്, പ്രൈസ്, അതുപോലെയൊക്കെ. ഓക്കെ, കോർഡിനേഷൻ റോൾ പറയും മെയിൻ ആയിട്ട് മിനിസ്റ്റേഴ്സും ഡിപ്പാർട്ട്മെന്റ്, റീജിയണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഏജൻസി ആയിട്ട് എന്ത് ചെയ്യുക? കോർഡിനേറ്റ് ചെയ്യുക, എന്നിട്ട് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക ഡാറ്റയിൽ. സ്റ്റാൻഡർഡൈസേഷൻ പറയുമ്പോൾ എന്ത് ചെയ്യുക? കറക്റ്റായി ഡെവലപ്പ് ചെയ്യുക, എന്നിട്ട് ഉറപ്പുവരുത്തുക ആസ് പെർ കറക്റ്റ് സ്റ്റാൻഡേർഡ് ആണ് ഫോളോ ചെയ്യുന്നത്, എന്ത് ചെയ്യുക? ഉറപ്പുവരുത്തുക. ഓക്കെ, എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വെച്ചാൽ മെയിൻ ഇമ്പോർട്ടൻറ്റ് റോളാണ് പ്ലേ ചെയ്യുന്നത്. കീ ഇൻഡിക്കേറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് GDP, ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, ഇൻഫ്ലേഷൻ റേറ്റ്, ഇതൊക്കെ. നെക്സ്റ്റ് പോളിസി സപ്പോർട്ട് പറയുമ്പോൾ ഗവൺമെന്റ് പ്ലാനിങ്ങിനും പോളിസി മേക്കിങ്ങിനും ഒക്കെ എന്ത് ചെയ്യുക? സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യുന്നതിന് എന്താ? സപ്പോർട്ട് ചെയ്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് കേട്ടോ. സോ അതേപോലെ ഇന്റർനാഷണൽ കൊളാബറേഷൻ പറഞ്ഞാൽ, ഇന്റർനാഷണൽ കൊളാബറേഷൻ പറയുമ്പോൾ ഉടനെ തന്നെ ആലോചിക്കണം ഗ്ലോബൽ എന്ന് പറയുന്ന അതിന്റെ മീനിങ് എന്താ? ഓൾ ഓവർ ദ വേൾഡ് ആണ്. സോ അക്രോസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ, UN, IMF, വേൾഡ് ബാങ്ക് ഇവരൊക്കെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്തതിന് ശേഷമാണ് ഇവർ എന്ത് ചെയ്യുക? പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യുക. നെക്സ്റ്റ് മോഡേണൈസേഷൻ, ഡിജിറ്റൈസേഷൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഡിജിറ്റൽ ടൂൾസും ബിഗ് ഡാറ്റ അനലിറ്റിക്സും ആണ് യൂസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഡാറ്റ കളക്ഷൻസ് ഇംപ്രൂവ് ചെയ്യുക. ഓക്കെ, അതേപോലെ അക്യുറസി ആയിരിക്കണം, ഡിസിമിനേഷൻ കറക്റ്റ് സ്പീഡപ്പിലായിരിക്കണം എന്ത് ചെയ്യാൻ? ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ. ഓക്കെ, ഇപ്പൊ CSO അതിന്റെ ഫീച്ചേഴ്സ് ക്ലിയർ ആയോ? ഷാബിന, ജയ, അനീഷ, സുജ, ഷെഫീന, രമ്യ, മുബീന, ജിൻസി, ശരണ്യ, അസ്ലമിയ, സുജ, റോണി, ഷിഫ്ന, അഞ്ജന, പ്രവിത ടൈം ആൻഡ് ഫാക്ടർ റിവേഴ്സ് ടെസ്റ്റ് ഓഫ് ഇൻഡെക്സ് നാളത്തെ ക്ലാസ്സിൽ എടുക്കും കേട്ടോ. നാളെ മെത്തേഡ്സ് ഓഫ് നാഷണൽ ഇൻകം അതും അതേപോലെ ടൈം ആൻഡ് ഫാക്ടർ റിവേഴ്സ് ഇൻഡെക്സ് നാളത്തെ ക്ലാസ്സിൽ എടുക്കും. ഓക്കെ, സ്കിപ്പ് ചെയ്തിട്ടില്ല കേട്ടോ, ഒരു ടോപ്പിക്കും സ്കിപ്പ് ചെയ്യില്ല. അത് ചെക്ക് ചെയ്തോളൂ കേട്ടോ, ഒന്നും സ്കിപ്പ് ചെയ്യില്ല. നാളെ എടുക്കുക 2 ടോപ്പിക്സേ. ഓക്കെ, വിദ്യ, ഭാഗ്യ, ക്ലിയർ ആയോ? ഓക്കെ, അസ്ലമിയ, ഫെബിൻ, ഫാത്തിമ, ജംസീന. ഓക്കെ, മുബീന, റോണി, പ്രവിത, സുനിത, ഷിഫിന. ഇതിൽ നിന്നും എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും? ഷിഫിന, നമുക്ക് കറക്റ്റായി പറയാൻ സാധിക്കൂല. നമുക്ക് എല്ലാ ഏരിയാസും നന്നായി എടുത്തു പോകാൻ, അല്ലാതെ ഈ ഏരിയയിൽ നിന്ന് ഇത്ര മാർക്ക് ഉണ്ടാവും അക്യുറേറ്റ് ആയി പറയാൻ സാധിക്കില്ല. നമുക്കിപ്പോൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ക്ലാസ് നാളത്തോടെ തീരും. അത് കഴിഞ്ഞ് കൊമേഴ്സ് ക്ലാസ് മൺഡേ തൊട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പം കൊമേഴ്സും സ്റ്റാറ്റിസ്റ്റിക്സും ക്ലാസ് ഒക്കെ തീർന്നിട്ട് നിങ്ങൾക്കിപ്പം ജൂലൈയിലാണല്ലോ എക്സാം. അപ്പോൾ ഒരു മെയ് പകുതിയിൽ നിന്ന് ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യായിരിക്കും. സോ അങ്ങനെ നമുക്ക് കുറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കുറെ ഇതിന്റെ ബേസ് ചെയ്തിട്ടുള്ള കുറെ വർക്ക്ഔട്ട് ചെയ്യാന്നല്ലാതെ
അക്യുറേറ്റ് ആയിട്ട് ഈ ഭാഗത്ത് ഇത്ര മാർക്ക് ഉണ്ടോ എന്ന് പറയാൻ പറ്റൂല. ഓക്കെ ഓക്കെ ഷെഫീന. സോ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റ് ലിസ്റ്റ് ഇട്ടേക്കണേ. സോ അപ്പൊ എന്തൊക്കെയായിരുന്നു ഇപ്പൊ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്? അതായത് ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം, നെക്സ്റ്റ് അതേപോലെ തന്നെ അതിന്റെ ഫീച്ചേഴ്സ് എടുത്ത് മീനിങ്, നെക്സ്റ്റ് CSO ദാറ്റ് ഈസ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. സോ ആക്ച്വലി നമ്മൾ ഇത് CSO എന്ന് പറഞ്ഞ ഉടനെ ഇത് ആക്ച്വലി എടുത്തില്ലായിരുന്നോ? എടുത്തില്ല, നമ്മൾ പോയിന്റ്സിലോട്ടല്ലേ പോയത്, ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. CS എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഇറ്റ് റെഫേഴ്സ് ടു സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ്. അതാണ് CSO എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ്. ഓക്കെ, സോ ഡിപ്പെൻഡിങ് ഓൺ ദ കൺട്രി, അതായത് കൺട്രീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണോ അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണോ എന്നുള്ളത്. സോ ഇൻ ഇന്ത്യയിൽ ഫോർ എക്സാമ്പിൾ ഇറ്റ് ഈസ് നോൺ ആസ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക് ഓഫീസ് എന്ന് പറയും, വിച്ച് ഹാസ് മെർജ് ഇൻ ടു, ആക്ച്വലി അത് ഏതായിട്ട് മെർജ് ചെയ്തെന്ന് വെച്ചാൽ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ആയിട്ട് എന്ത് ചെയ്തു, മെർജ് ചെയ്തു. മനസ്സിലായോ? എന്താണ് CSO എന്ന് വെച്ചാൽ എന്താണ്? CSO ജനറലായി പറയുകയാണെങ്കിൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ് അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ്. സോ ആക്ച്വലി ഡിപ്പെൻഡ്സ് ഓൺ കൺട്രീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണോ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണോ എന്നുള്ളത്. സോ ഇന്ത്യയിൽ ഫോർ എക്സാമ്പിൾ ഇറ്റ് ഈസ് നോൺ, ഇന്ത്യയിൽ എന്താ പറയുന്നത് വെച്ചാൽ CSO സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ്. സോ അത് ആരായിട്ട് മെർജ് ചെയ്ത് പറഞ്ഞാൽ എന്താ, അപ്പൊ നമ്മൾ പറയാലോ ഒരു ബാങ്ക് വേറെ ബാങ്കായിട്ട് മെർജ് ചെയ്തു, SBI SBT മെർജ് ആയി എന്ന് പറയില്ലേ, രണ്ട് ബാങ്ക് കൂടെ കൂട്ടിച്ചേർത്തു, അതാണ് കൂട്ടിച്ചേർത്തിട്ട് ഒന്നായി എന്ന് പറയില്ല, അതാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് പറഞ്ഞാൽ ആരായിട്ട് മെർജ് ചെയ്തു പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ആയിട്ട് എന്ത് ചെയ്തു, മെർജ് ചെയ്തു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, MOSPI എന്ന് പറഞ്ഞാൽ എന്താ, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, P പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ എന്ത് ചെയ്തു, മെർജ് ചെയ്തു. അപ്പൊ ജനറലായി പറയുകയാണെങ്കിൽ CSO സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് പറയുമ്പോൾ എന്താണ്, മെയിൻ ആയിട്ട് ഒരു ഗവൺമെന്റ് ഏജൻസി ആണ്. അവരുടെ മെയിൻ റെസ്പോൺസിബിലിറ്റി പറയുമ്പോൾ എന്താ, ഡാറ്റാസ് കളക്ട് ചെയ്യുക, അതേപോലെ കമ്പൈൽ ചെയ്യുക, നെക്സ്റ്റ് അനലൈസ് ചെയ്യുക, അതേപോലെ എന്ത് ചെയ്യുക, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ പബ്ലിഷ് ചെയ്യുക, കൺട്രിയിലെ റിലേറ്റഡ് ടു കൺട്രിയിലെ എക്കോണമിയും പോപ്പുലേഷനും വേരിയസ് സെക്ടേഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ളതൊക്കെയാണ് ഇവർ എന്ത് ചെയ്യുക, ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. മനസ്സിലായോ? അപ്പൊ എന്തൊക്കെയാണ്, CSO എന്ന് വെച്ചാൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ് അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ്, ഡിപ്പെൻഡ്സ് ഓൺ കൺട്രി ആണ്. ഇന്ത്യയിൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ് പറയാം, പക്ഷെ ആ CSO നമ്മുടെ ഈ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആരായിട്ട് മെർജ് ചെയ്തെന്ന് വെച്ചാൽ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ആയിട്ട് എന്ത് ചെയ്തു, മെർജ് ചെയ്തു. ജനറലായി പറയുകയാണെങ്കിൽ CSO എന്ന് പറയുമ്പോൾ എന്താ, ഗവൺമെന്റ് ഏജൻസിയാണ്. അവന്റെ മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ കളക്ട് ചെയ്യുക, കമ്പൈൽ ചെയ്യുക എന്ന് വെച്ചാൽ കറക്റ്റ് ഓർഡറിൽ വെക്കുക, നെക്സ്റ്റ് അനലൈസ് ചെയ്യുക, അതേപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എന്ത് ചെയ്യുക, പബ്ലിഷ് ചെയ്യുക. അതായത് കൺട്രിയിലെ എക്കോണമി റിലേറ്റ് ചെയ്തിട്ടും പോപ്പുലേഷനും വേരിയസ് സെക്ടേഴ്സ് റിലേറ്റ് ചെയ്തിട്ടൊക്കെ ഡാറ്റാസ് ഒക്കെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഇവര് കറക്റ്റായി കളക്ട് ചെയ്ത് കമ്പൈൽ ചെയ്ത് അനലൈസ് ചെയ്ത് പബ്ലിഷ് ചെയ്യുക. ഓക്കെ, സോ ഇതിന്റെ എന്തൊക്കെയാണ് നമുക്ക് മീനിങ് ഫീച്ചേഴ്സ് ആണ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് കിടക്കാം. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചോളൂ. NSSO ആണ്. NSSO എന്ന് വെച്ചാൽ നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് ആണ്. എന്താണ്, നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് ആണ്. സോ ആക്ച്വലി അതെന്താന്ന് നമുക്ക് ആദ്യം നോക്കാം. നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് എന്ന് വെച്ചാൽ ഇമ്പോർട്ടന്റ് ഓർഗനൈസേഷൻ ആണ്. എവിടെത്തെ ഇമ്പോർട്ടന്റ് ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ അണ്ടർ ദ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ. അതായത് MOSPI-ൻ്റെതില് ഈ നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻ ഇന്ത്യ ഇറ്റ് വാസ് പ്രൈമറിലി റെസ്പോൺസിബിലിറ്റി, മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ ലാർജ് സ്കെയിൽ സർവേ കണ്ടക്ട് ചെയ്യാന്നുള്ളതാണ്. ഓൺ എ വെറൈറ്റി ഓഫ് സോഷ്യൽ എക്കണോമിക് സബ്ജക്റ്റിൽ തന്നെ എന്ത് ചെയ്യുക, ലാർജ് സ്കെയിൽ സർവേ കണ്ടക്ട് ചെയ്യാന്നുള്ളതാണ്. സോ ആക്ച്വലി 2019 ഈ NSO അതായത് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസിൽ ആരായിട്ട് മെർജ് ചെയ്തേ പറഞ്ഞാൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസായിട്ട് മെർജ് ചെയ്തത്. എപ്പോഴാണ്, 2019 നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക് ഓഫീസായിട്ട് മെർജ് ചെയ്തു. ടു ഫോം എന്ത് ഫോം ചെയ്യാൻ, NSO ഫോം ചെയ്യാൻ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഇതിൽ നിന്നും NSSO എന്ന് പറഞ്ഞാൽ നാഷണൽ സാമ്പിൾ സർവേ ഓഫീസാണ്. 2019 നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസായിട്ട് മെർജ് ചെയ്തു. എന്തിനാണ് ഈ CSOയും NSSOയും കൂടെ മെർജ് ചെയ്ത് പറഞ്ഞാല് ഈ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്, അപ്പൊ ഞാൻ പറഞ്ഞു മെർജ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രണ്ടും കൂടെ കൂടി ചേർന്നിട്ട് പുതിയത് ഫോം ചെയ്യാണ്. അപ്പോൾ ഈ നാഷണൽ സാമ്പിൾ സർവേ ഓഫീസും സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് രണ്ടും കൂടെ മെർജ് ചെയ്തിട്ട് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ് ഫോം ചെയ്തിരിക്കുന്നത്. സോ ഇതിന്റെ ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ തന്നെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കറക്റ്റായി റെക്കഗ്നൈസ് ചെയ്യണം, സ്റ്റഡി ചെയ്യണം. അപ്പൊ എന്താ NSSO എന്ന് വെച്ചാൽ നാഷണൽ സാമ്പിൾ സർവേ ഓഫീസാണ്. ഇതിന്റെ മെയിൻ ഇമ്പോർട്ടന്റ് ഓർഗനൈസേഷൻ ആണ്. ഏതിന് അണ്ടറിലാണ് ഈ NSSO വരിക, അതായത് മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷനിലാണ് വരിക.
മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ ലാർജ് സ്കെയിൽ സർവേ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ 2019 NSSOന്റെ മെയിൻ ആരായിട്ട് മെർജ് ചെയ്തിരിക്കണേ പറഞ്ഞാൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസായിട്ട് മെർജ് ചെയ്തിട്ട് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് വന്നിട്ട് ഫോം ചെയ്തിരിക്കുന്നത്. അതിന്റെ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് ഫീച്ചേഴ്സ് ഓഫ് NSSO എന്ന് പറയുന്നത് ലാർജ് സ്കെയിൽ സർവേ ആണ്. എന്ന് വെച്ചാൽ റെഗുലർ ആയിട്ട് സർവേ എന്ത് ചെയ്യുക, കണ്ടക്ട് ചെയ്യുക. എന്ന് വെച്ചാൽ അക്രോസ് ഇന്ത്യയിൽ തന്നെ എന്ത് ചെയ്യുക, മെയിനായി കണ്ടക്ട് ചെയ്യുക. എക്സാമ്പിൾ ഇപ്പൊ എന്തൊക്കെയാന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് എംപ്ലോയ്മെന്റ്, അൺഎംപ്ലോയ്മെന്റ്, കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ, അഗ്രികൾച്ചർ, ഹൗസിംഗ് കണ്ടീഷൻസ്, ഇതൊക്കെ. സോ ഒക്കെ എന്ത് ചെയ്യുക, സർവേ കണ്ടക്ട് ചെയ്യുക. അപ്പോൾ റെഗുലർ സർവേ എന്ത് ചെയ്യുക, അക്രോസ് ഇന്ത്യയിൽ കണ്ടക്ട് ചെയ്യുക. മെയിൻ ആയിട്ട് എന്തൊക്കെയാ വെച്ചാൽ എത്ര എംപ്ലോയ്മെന്റ് ഉണ്ട്, അൺഎംപ്ലോയ്മെന്റ് ഉണ്ടെന്ന് അറിയാൻ, കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻസ്, അഗ്രികൾച്ചർ, ഹൗസിംഗ് കണ്ടീഷൻ, ഇതിനാണ് ലാർജ് സ്കെയിൽ സർവേ കണ്ടക്ട് ചെയ്യുക. എന്തായിരുന്നു NSSO? നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് കേട്ടോ. നെക്സ്റ്റ് സാമ്പിൾ ബേസ്ഡ് ഡാറ്റ കളക്ഷൻ എന്ന് വെച്ചാൽ സാമ്പിൾ ബേസ് ചെയ്തിട്ട് ഡാറ്റ കളക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നമ്മുടെ പോപ്പുലേഷനിൽ ഒരു സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. മനസ്സിലായോ? അപ്പോ കളക്ട് ചെയ്യുക ഡാറ്റ എങ്ങനെ കളക്ട് ചെയ്യാന്ന് വെച്ചാൽ സയന്റിഫിക്കലി എന്ത് ചെയ്യുക, ഡാറ്റാസ് കളക്ട് ചെയ്യുക, സയന്റിഫിക്കലി ഡിസൈൻ ചെയ്യുക, സാമ്പിൾ സർവേ ആദ്യം, എന്നിട്ട് അക്യുറേറ്റ് ആയിട്ട് റെപ്രസെന്റേറ്റീവ് ആയിട്ട് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, എൻ്റയർ കൺട്രിയിൽ നിന്നും എസ്റ്റിമേറ്റ് ചെയ്യുക. അതാണ് കളക്റ്റഡ് ഡാറ്റ യൂസിങ്. അപ്പൊ കളക്ട് ചെയ്ത ഡാറ്റനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സയന്റിഫിക് ഡിസൈൻ സാമ്പിൾ സർവേ ഒക്കെ യൂസ് ചെയ്ത് അതിലൂടെ അക്യുറേറ്റ് ആയിട്ട് വളരെ കറക്റ്റ് ആയിട്ട് റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ചെയ്യണം, പ്രവചിക്കുക എൻ്റയർ കൺട്രീനെ കുറിച്ചും മൊത്തം രാജ്യത്തിനെ കുറിച്ച്. അടുത്താണ് പീരിയോഡിക് റൗണ്ട് എന്ന് വെച്ചാൽ സർവേ ആക്ച്വലി മെയിൻ ആയിട്ട് ഓർഗനൈസ് ചെയ്ത് ദാറ്റ് ഈസ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് റൗണ്ട് ആയിട്ടാണ്. അതായത് 68th റൗണ്ട്, 75th റൗണ്ട്, അങ്ങനെ. സോ ഓരോന്ന് ഫോക്കസ് ചെയ്തിരിക്കുന്ന സ്പെസിഫിക് ആയിട്ടുള്ള തീംസുകളായിരിക്കും എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഹൗസ് ഹോൾഡ് ആൻഡ് എന്റർപ്രൈസ് സർവേ ആണ്. ഹൗസ് ഹോൾഡ് ആൻഡ് എന്റർപ്രൈസ് സർവേ ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താ കവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഹൗസ് ഹോൾഡും അൺഓർഗനൈസ്ഡ് എന്റർപ്രൈസും കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അൺഓർഗനൈസ്ഡ് എന്ന് പറയുമ്പോൾ അവർക്ക് ജോലി ഇല്ലായ്മ, അങ്ങനെ കുറെ അൺഎംപ്ലോയ്മെന്റ്, അങ്ങനെ ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതിലൂടെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എന്തൊക്കെയാണ് ഇൻഫോർമൽ സെക്ടർ എന്ന് ഡെപ്ത് ആയിട്ട് ഡീപ്പായിട്ട് അനലൈസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, റിലയബിൾ ആൻഡ് അൺബൈസ്ഡ് ഡാറ്റ. അവർ അൺബൈസ്ഡിന്റെ മീനിങ് ഒരു തെറ്റും ഇല്ലാതെ എന്ന് വെച്ചാൽ ഒരു കറക്റ്റ്നെസ്സോട് കൂടെ തന്നെ ചെയ്യാം. ബൈസ്ഡിന്റെ അർത്ഥം എന്താണ്, എറർ ഇല്ലാതെ. ബൈസ്ഡിന്റെ അർത്ഥം എറർ എന്നാണ്. അൺബൈസ്ഡ് എന്ന് പറഞ്ഞാൽ എറർ ഇല്ലാതെ നമ്മൾ റിലയബിൾ ആയിട്ട് ഡാറ്റ കളക്ട് ചെയ്യാം. സോ ഇറ്റ് ഈസ് നോൺ ഫോർ മെത്തഡോളജിക്കൽ റിഗർ എന്ന് വെച്ചാൽ ന്യൂട്രൽ ആൻഡ് ഇൻഡിപെൻഡൻസ്. ഡാറ്റ എന്ന് പറയുന്നത് ട്രസ്റ്റ്ഫുൾ ആയിരിക്കണം, വിശ്വസിക്കുന്ന പോലെയുള്ള ഡാറ്റാസ് ആയിരിക്കണം എടുക്കാൻ. അതായത് റിസർച്ചേഴ്സ്, എക്കണോമിസ്റ്റ്, പോളിസി മേക്കേഴ്സ്, ഇവരൊക്കെ എന്തെങ്കിലും ട്രസ്റ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അടുത്താണ് സപ്പോർട്ട് ഫോർ പോളിസി ഫോർമുലേഷൻ എന്ന് വെച്ചാൽ ഡാറ്റാസ് ഇപ്പൊ എവിടെ നിന്ന് കിട്ടാൻ, നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്. അപ്പോ ഈ NSSO എന്ന് കിട്ടുന്ന ഡാറ്റ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്ലാനിങ് പോളിസീസ് പ്ലാൻ ചെയ്യാൻ ഏതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പോളിസി ആണെന്ന് വെച്ചാൽ എംപ്ലോയ്മെന്റ്, പോവർട്ടി അലീവിയേഷൻ, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, റൂറൽ ഡെവലപ്മെന്റ്, ഇതിന് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും എടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ഫോർ ഡിവിഷൻ വിത്തിൻ NSSO എന്ന് വെച്ചാൽ ഇവിടുത്തെ ഓപ്പറേഷൻ ഡിവിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, FOD എന്ന് പറഞ്ഞാൽ ഫീൽഡ് ഓപ്പറേഷൻ ഡിവിഷൻ ആണ്. മെയിൻ ആയിട്ട് ഇവിടെ ഫീൽഡ് വർക്കും ഡാറ്റ കളക്ഷനും ഒക്കെ ആയിരിക്കും ക്യാരി ഔട്ട് ചെയ്യുക. സർവേ ഡിസൈൻ ആൻഡ് റിസർച്ച് ഡിവിഷൻ ഉദ്ദേശിക്കുന്നത് SDRD ആണ്, സർവേ ഡിസൈൻ റിസർച്ച് ഡിവിഷൻ. സോ ഇവിടെ മെയിൻ ആയിട്ട് എന്താ ഹാൻഡിൽ ചെയ്യാന്ന് വെച്ചാൽ സർവേ ഡിസൈൻ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ആണ് ഹാൻഡിൽ ചെയ്യുക. ഡാറ്റ പ്രോസസിംഗ് ഡിവിഷൻ എന്ന് വെച്ചാൽ ഇവിടെ മാനേജ് ചെയ്തിരിക്കുന്ന ഡാറ്റ എൻട്രി, വാലിഡേഷൻ, ടാബുലേഷൻ ആണ്. നെക്സ്റ്റ് കോർഡിനേഷൻ ആൻഡ് പബ്ലിക്കേഷൻ ഡിവിഷൻ എന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് എന്ത് ചെയ്യുക, റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഡാറ്റാസ് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം 4 ഡിവിഷൻ ആണ് NSSO ഉള്ളത്. ഒന്ന് ഫീൽഡ് ഓപ്പറേഷൻ ഡിവിഷൻ ആണ് FOD. അവിടെ എന്താ ക്യാരി ഔട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഫീൽഡ് വർക്കും ഡാറ്റ കളക്ഷനാണ് ക്യാരി ഔട്ട് ചെയ്യുക. നെക്സ്റ്റ് സർവേ ഡിസൈൻ ആൻഡ് റിസർച്ച് ഡിവിഷൻ ആണ്, അതായത് SDRD ആണ്, സർവേ ഡിസൈൻ ആൻഡ് റിസർച്ച് ഡിവിഷൻ. അവിടെ ഹാൻഡിൽ ചെയ്യുന്നത് സർവേ ഡിസൈനും സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സും ആണ്. DPD പറഞ്ഞാൽ ഡാറ്റ പ്രോസസിംഗ് ഡിവിഷൻ ആണ്. അവിടെ മാനേജ് ചെയ്തിരിക്കുന്നത് ഡാറ്റ എൻട്രിയും വാലിഡേഷൻ, ടാബുലേഷനും ആണ്. നെക്സ്റ്റ് കോർഡിനേഷൻ ആൻഡ് പബ്ലിക്കേഷൻ ഡിവിഷൻ എന്ന് വെച്ചാൽ ഇവിടെയാണ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഡാറ്റാസ് ഡിസിമിനേറ്റ് ചെയ്യുക. ഡിസിമിനേറ്റിന്റെ മീനിങ് എന്താണെന്ന് അറിയാം, പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതായത് എന്താണ് NSSOന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ലാർജ് സ്കെയിൽ സർവേ, സാമ്പിൾ ബേസ്ഡ് ഡാറ്റ കളക്ഷൻ, പീരിയോഡിക് റൗണ്ട്സ്, ഹൗസ് ഹോൾഡ് ആൻഡ് എന്റർപ്രൈസ് സർവേ, റിലയബിൾ ആൻഡ് അൺബൈസ്ഡ് ഡാറ്റ, സപ്പോർട്ട് ഫോർ പോളിസി ഫോർമുലേഷൻ, 4 ഡിവിഷൻ വിത്ത് NSSO. ഓക്കെ, സോ ക്ലിയർ ആയോ? NSSOയും അതിന്റെ ഫീച്ചേഴ്സും ക്ലിയർ ആയോ? ഇനി സെൻസസ് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് നാഷണൽ ഇൻകം സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കാം. നാഷണൽ ഇൻകം സ്റ്റാറ്റിസ്റ്റിക്സിൽ 2 പ്രോബ്ലം ഉണ്ട്. ഓക്കെ, സോ നന്നായി ശ്രദ്ധിക്കുക. സോ നാഷണൽ ഇൻകം സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒരു പ്രോബ്ലം എടുത്തതിന് ശേഷം നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്
നമുക്ക് വർക്കൗട്ട് ചെയ്തതിന് ശേഷം പിന്നെ രണ്ടാമത്തെ പ്രോബ്ലം എടുക്കാം കേട്ടോ. അപ്പൊ ക്ലിയർ ആയോ? എനിക്ക് മെസ്സേജ് സെൻഡ് ആവുന്നില്ല. അയ്യോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യണേ. ഓക്കെ. ഓക്കെ, ക്ലിയർ ആയോ? മെസ്സേജ് എനിക്ക് വരുന്നുമില്ല, സെൻഡ് ആവുന്നുമില്ല. ഞാൻ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്യൂ കേട്ടോ. ഓക്കെ. സോ ശ്രദ്ധിച്ചോളൂ. നെക്സ്റ്റ് ടോപ്പിക് ആണ് സെൻസസ് ആണ്. ഓക്കെ. സോ ശ്രദ്ധിക്കുക. സെൻസസ് എന്ന് വെച്ചാൽ മെയിൻലി ആക്ച്വലി നമ്മൾ സർവേ നടത്തണം. പോപ്പുലേഷൻ എന്നും കൗണ്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, പോപ്പുലേഷൻ സർവേ നടത്തുക. ആക്ച്വലി ഈ സർവേ ആരാണ് ഈ സെൻസസ് കണ്ടക്ട് ചെയ്യാന്ന് വെച്ചാൽ ഗവൺമെന്റ് ആണ്. സോ ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഗ്യാദർ ചെയ്യാന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താ, കളക്ട് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ മീനിങ്. സോ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡെമോഗ്രാഫിക് ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക. എബൌട്ട് എവറി ഇൻഡിവിജ്വൽ, എല്ലാ ഇൻഡിവിജ്വലിനെ കുറിച്ചും കളക്ട് ചെയ്യുക. വിത്തിൻ എ സ്പെസിഫിക് ടെറിട്ടറി, അതായത് ഒരു കൺട്രീന്റെ ഉള്ളിലായിട്ട് സ്പെസിഫിക് ഏരിയയിൽ നിന്നൊക്കെ. സോ ഒരു സെൻസസിന്റെ മെയിൻ എയിം എന്ന് പറയുമ്പോഴത്തേന് എന്ത് ചെയ്യുക, ഡാറ്റ കളക്ട് ചെയ്യുക. മെയിൻ ആയിട്ട് ഏതൊക്കെ ഫാക്ടേഴ്സ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഏജ്, ജെൻഡർ, ഒക്കുപേഷൻ, ഹൗസിങ്, എഡ്യൂക്കേഷൻ, അങ്ങനെയൊക്കെ. സോ ഈ ഡാറ്റ മെയിൻ ഇമ്പോർട്ടൻ്റ് റോളാണ് പ്ലേ ചെയ്തിരിക്കുന്നത് പോളിസി മേക്കിങ്ങിനും റിസോഴ്സ് അലോക്കേഷനും പ്ലാനിങ്ങിനും എല്ലാം. ഓക്കെ. സോ ഒരുപാട് കൺട്രീസിൽ ആക്ച്വലി ഈ പോപ്പുലേഷൻ സെൻസസ് എങ്ങനെ കണ്ടക്ട് ചെയ്യാന്ന് വെച്ചാൽ വൺസ് എവറി 10 ഇയർ, എല്ലാ 10 വർഷം കൂടുമ്പോഴായിരിക്കും എന്ത് ചെയ്യുക, ഈ പോപ്പുലേഷൻ സെൻസസ് കണ്ടക്ട് ചെയ്യുക. സോ ബട്ട് ഇറ്റ് ക്യാൻ ഓൾസോ ബി കണ്ടക്റ്റഡ്. ഇപ്പോൾ 10 വർഷത്തിൽ ഒരിക്കൽ കണ്ടക്ട് ചെയ്യുന്നതല്ലാതെ എങ്ങനെയും കൂടെ കണ്ടക്ട് ചെയ്യാന്നറിയാം. ബട്ട് ഇറ്റ് ക്യാൻ ഓൾസോ ബി കണ്ടക്റ്റഡ് അറ്റ് ഷോർട്ടർ ഇന്റർവെല്ലിലും കളക്ട് ചെയ്യാൻ പറ്റും ഒരു സ്പെസിഫിക് പർപ്പസിന്. അതായത് എക്കണോമിക്കലി, അഗ്രികൾച്ചറൽ, അങ്ങനെ സെൻസസ് ഒക്കെ ആയിട്ടും കളക്ട് ചെയ്യാൻ പറ്റും. സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് ഇടയിൽ ഇന്റർവെല്ലിൽ കളക്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ എന്താണ് അപ്പൊ സെൻസസ് എന്ന് വെച്ചാൽ, സെൻസസ് എന്ന് വെച്ചാൽ ഒഫീഷ്യൽ ആയിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് കണ്ടക്ട് ചെയ്യുക സർവേ, പോപ്പുലേഷൻ സർവേ നടത്തുന്നത് പോപ്പുലേഷനിൽ പോയിട്ട്. സോ ഇത് മെയിൻ ആയിട്ട് ആരാ കണ്ടക്ട് ചെയ്യാന്ന് വെച്ചാൽ പോപ്പുലേഷനിൽ നിന്നാണോ നമ്മൾ സർവേ കണ്ടക്ട് ചെയ്യുക. മെയിൻ ആയി കണ്ടക്ട് ചെയ്തത് ഗവൺമെന്റ് ആണ്. ഇറ്റ് ഗ്യാദറിന്റെ മീനിങ് ഡാറ്റാസ് കളക്ട് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് ഡെമോഗ്രാഫിക് ഇൻഫർമേഷൻ എല്ലാ ഇൻഡിവിജ്വലിനെ കുറിച്ചും കളക്ട് ചെയ്യുക. ഒരു സ്പെസിഫിക് വിത്തിൻ ഒരു സ്പെസിഫിക് ഏരിയന്റെ ഉള്ളിൽ, ഒരു കൺട്രീന്റെ ഉള്ളിൽ, ടെറിറ്ററിന്റെ ഉള്ളിൽ, അങ്ങനെ. അപ്പോൾ ഇതിന്റെ മെയിൻ കേസാണ് സെൻസസിന്റെ മെയിൻ എയിം എന്ന് പറയുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ചില ഫാക്ടേഴ്സ് ഒക്കെ മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചത്, അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞതല്ലോ ഓൾറെഡി, ഡെമോഗ്രാഫിക് എന്ന് വെച്ചാൽ എന്താണ്, ഏജ്, ജെൻഡർ, ഓക്കുപേഷൻ, ഹൗസിങ്, എഡ്യൂക്കേഷൻ, അങ്ങനെയൊക്കെ. സോ ഈ ഡാറ്റ മെയിൻ ഇമ്പോർട്ടൻ്റ് റോളാണ് പ്ലേ ചെയ്തിരിക്കുന്നത് പോളിസി മേക്ക് ചെയ്യാനും റിസോഴ്സ് ഒപ്റ്റിമായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും പ്ലാൻ ചെയ്യാനും പബ്ലിക് സർവീസിനൊക്കെ വേണ്ടിയിട്ട്. സോ പോപ്പുലേഷൻ സെൻസസ് ആക്ച്വലി 10 വർഷത്തിൽ ഒരിക്കലായിരിക്കും കണ്ടക്ട് ചെയ്യുക. പക്ഷെ എന്ത് ചെയ്യുക, ഷോർട്ടർ ഇന്റർവെല്ലിൽ ഓരോ സ്പെസിഫിക് പർപ്പസിന് കണ്ടക്ട് ചെയ്യുന്നതും ഉണ്ട്. ഓക്കെ. അപ്പോൾ അതേപോലെ തന്നെ എക്കണോമിക് ഓർ അഗ്രികൾച്ചർ സെൻസസ് സ്പെസിഫിക് പർപ്പസിന് വേണ്ടി കണ്ടക്ട് ചെയ്യുന്നതും ഉണ്ട്. ഓക്കെ. സോ ഇനി നമുക്ക് സെൻസസിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇടണം. എനിക്ക് മെസ്സേജ് കിട്ടുന്നുമില്ല, എൻ്റെ സെൻഡ് ആവുന്നുമില്ല. അതാണ്, ഒന്ന് ക്ലാസ് ശ്രദ്ധിക്കുക കേട്ടോ. സോ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് സെൻസസ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കോംപ്രിഹെൻസീവ് ഡാറ്റ കളക്ഷൻസ് ആണ്.
സോ ആക്ച്വലി എന്താ മെയിനായി ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ എന്തിനാണ് ഈ ഡാറ്റാസ് വന്നിട്ട് മെയിനായി കളക്ട് ചെയ്തിരിക്കണതെന്ന് വെച്ചാൽ എൻ്റെ മെസ്സേജ് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എനിക്കിപ്പോൾ വാട്സപ്പിൽ വരുന്നത് മെസ്സേജ്, പക്ഷെ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ വാട്സപ്പിൽ വരും കേട്ടോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ് ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ സെൻസസിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ആണ് കോംപ്രിഹെൻസീവ് ഡാറ്റ കളക്ഷൻ ആണ്. സെൻസസിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാന്നുള്ളതാണ് എല്ലാ ഇൻഡിവിജ്വലിന്റെ കയ്യിൽ നിന്നും കൺട്രിയിലെ ഒരു, അതായത് സെൻസസ് മെയിൻലി ഇപ്പൊ എന്താ പറഞ്ഞത്, സെൻസസിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക ഫ്രം എല്ലാ ഇൻഡിവിജ്വലിന്റെ കയ്യിൽ നിന്നും പറഞ്ഞു കൺട്രിയിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു ഡിഫൈൻഡ് റീജിയൻ, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റീജിയനിൽ നിന്നും കളക്ട് ചെയ്യുക. അതായത് സർവേ പോലെയല്ല, ആക്ച്വലി ഡാറ്റ വന്നിട്ട് സാമ്പിൾ ആയിരിക്കും കളക്ട് ചെയ്യുക. സെൻസസിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഡാറ്റ കളക്ട് ചെയ്തിരിക്കുന്നത് ഒരു എൻറ്റയർ പോപ്പുലേഷൻ ആയിരിക്കും ഇന്ത്യയെ കളക്ട് ചെയ്യുക, മനസ്സിലായോ? സോ അതേപോലെ തന്നെ അടുത്ത് പീരിയോഡിക് പ്രോസസ് എന്ന് വെച്ചാൽ ഇവിടെ എങ്ങനെയാ ടിപ്പിക്കലി ക്യാരി ഔട്ട് ചെയ്യാന്ന് വെച്ചാൽ റെഗുലർ ഇന്റർവെൽ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക, കണ്ടക്ട് ചെയ്യുക, മനസ്സിലായോ? അപ്പൊ ടിപ്പിക്കലി ക്യാരിഡ് ഔട്ട് അറ്റ് റെഗുലർ ഇന്റർവെൽ ആയിരിക്കും ചെയ്യുക. അപ്പൊ എല്ലാ 10 വർഷം കൂടുന്ന സമയത്ത്. സോ ഫ്രീക്വൻസി അപ്പൊ പക്ഷെ എന്താണ് എപ്പോഴും ഒരേപോലെ ഉണ്ടാവില്ല, വാരി ചെയ്തുകൊണ്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. വാരി ചെയ്യാന്ന് പറഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കും. സം കൺട്രീസ്, ചില കൺട്രീസ് എന്ത് ചെയ്യും, എൻറ്ററിം പറഞ്ഞാൽ ഇടയിലും എന്ത് ചെയ്യും, സെൻസസ് കണ്ടക്ട് ചെയ്യും സ്പെസിഫിക് ഡാറ്റയ്ക്ക് വേണ്ടിയിട്ട്, മനസ്സിലായോ? ഇനി അടുത്തതാണ് വൈഡ് റേഞ്ച് ഓഫ് ഡാറ്റ എന്ന് വെച്ചാൽ ആക്ച്വലി സെൻസസിൽ ഇവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റയാണ് ഉള്ളത്. ഡെമോഗ്രാഫിക് എന്ന് ഉദ്ദേശിക്കുന്നത് ഉടനെ നിങ്ങൾ മനസ്സിലാവും. ഡെമോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഏജ്, ജെൻഡർ, ഫാമിലി സൈസ് ആണ്. ഹൗസിംഗ് കണ്ടീഷൻ എന്ന് വെച്ചാൽ ഏത് ടൈപ്പ് ഓഫ് ഹൗസ് ആണ്. അമ്യൂണിറ്റീസ് പറഞ്ഞാൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് വേണ്ട. അമ്യൂണിറ്റീസിന്റെ അർത്ഥം ഫെസിലിറ്റീസ് എന്നാണ് കേട്ടോ. അതേപോലെ എക്കണോമിക് ആക്ടിവിറ്റി, എംപ്ലോയ്മെന്റ്, ഇൻകം, ഒക്യുപ്പേഷൻ, ഇതൊക്കെ. നെക്സ്റ്റ് എഡ്യൂക്കേഷൻ ലെവല്, അതേപോലെ അവിടുത്തെ ലിറ്ററസി, സ്കൂള് അറ്റൻഡൻസ്, അങ്ങനെയൊക്കെ. ഹെൽത്ത് ഡാറ്റ എന്ന് പറഞ്ഞാൽ അവർക്ക് ഡിസബിലിറ്റി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, ഹെൽത്ത് കെയർ ആക്സസ് ചെയ്യുക, അതൊക്കെ. ഓക്കെ, അപ്പോൾ വൈഡ് റേഞ്ച് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് ഇവർ കളക്ട് ചെയ്യുന്ന ഡാറ്റ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡാറ്റയാണ് കളക്ട് ചെയ്യുക. ഡെമോഗ്രാഫിക്കില്, ഹൗസിംഗ് കണ്ടീഷന്, എക്കണോമിക് ആക്ടിവിറ്റിയില്, എഡ്യൂക്കേഷൻ ലെവല്, ഹെൽത്ത് ഡാറ്റ, ഇതിലൊക്കെ, മനസ്സിലായോ? ഇനി അടുത്തതാണ് ലീഗൽ റിക്വയർമെന്റ് എന്ന് വെച്ചാൽ മെനി കൺട്രീസിൽ പാർട്ടിസിപ്പേഷൻ ഇൻ ദ സെൻസസ്, സെൻസസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ലീഗൽ ഒബ്ലിഗേഷൻ ആണ്, നിയമപരമായിട്ട് അവരുടെ കടമയാണ്. നോൺ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല, പങ്കെടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് അവർക്ക് പെനാൽറ്റിയാണ്. മെനി മോഡേൺ സെൻസസിന്റെ എയിം എന്ന് പറയുന്നത് വോളണ്ടറി കംപ്ലൈൻസ് ആണ്, സ്വമേധയാ അവർ ഫോളോ ചെയ്യണം എന്നുള്ളതാണ്, മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഓക്കെ അനീഷ ഒന്ന് മനസ്സിലാവുന്ന ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. അപ്പൊ അതേപോലെ തന്നെ അപ്പൊ മനസ്സിലാക്കണം ലീഗൽ റിക്വയർമെന്റ് പറയുമ്പോൾ മെനി കൺട്രീസിൽ സെൻസസിൽ പാർട്ടിസിപ്പേറ്റ് പറയുമ്പോൾ തന്നെ ലീഗൽ ഒബ്ലിഗേഷൻ ആണ്. പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല എന്ന് പറയുമ്പോൾ പെനാൽറ്റി, അങ്ങനെയൊക്കെയാണ്. അപ്പൊ മോഡേൺ സെൻസസ് ഒക്കെ മെയിൻ എയിം വോളണ്ടറി ആയിട്ട് എന്ത് ചെയ്യുക, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യാന്നുള്ളതാണ്. അക്യുറസി ആൻഡ് കവറേജ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് സീക്ക് ടു അച്ചീവ് 100% എന്ത് ചെയ്യുക, ഫുള്ളായി കവർ ചെയ്യുക. മെയിൻ അവിടെ എയിം എന്ന് പറയുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, എല്ലാ ഇൻഡിവിജ്വലും എന്ത് ചെയ്യുക, കൗണ്ട് ചെയ്യുക. ലീവിങ് നോ വൺ ഔട്ട്, ആരും ഒഴിവാക്കാതെ തന്നെ എല്ലാവരെയും കവർ ചെയ്യുന്ന പോലെ നടത്തുക എന്നുള്ളതാണ്. സോ ദിസ് ഈസ് ക്രൂഷ്യൽ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അക്യുറേറ്റ് ആയിട്ട് ഡെമോഗ്രാഫിക് സ്റ്റാറ്റിസ്റ്റിക്കൽ റെപ്രസെന്റ് ചെയ്യണം ഇൻഫർമേഷൻ എന്നുള്ളത്. ഓക്കെ, അടുത്തതാണ് ഗവൺമെന്റ് യൂസ് ഫോർ പോളിസി പ്ലാനിങ് എന്ന് വെച്ചാൽ സെൻസസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എസെൻഷ്യൽ നെസസറി ആയിട്ടുള്ള ഡാറ്റയാണ് സെൻസസ് വന്നിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യുക, അതായത് എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ഇൻഫ്രാസ്ട്രക്ചർ, ഇതൊക്കെ. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് ആണ് പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ ആണ്. അതായത് ഇലക്ടോറൽ ഡിസ്ട്രിക്ട് ഡിറ്റർമൈൻ ചെയ്യുക, അതായത് അപ്പോയിന്റ് ചെയ്യുക സീറ്റ്, ലെജിസ്ലേച്ചേഴ്സ്, ഇങ്ങനെയൊക്കെ പൊളിറ്റിക്കൽ റെപ്രസെന്റ് ചെയ്യുക. നെക്സ്റ്റ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ് പ്ലാനിങ്, എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യുക കറക്റ്റ് ആയിട്ട് തന്നെ. ഓക്കെ, നെക്സ്റ്റ് പബ്ലിക് യൂസ് ആൻഡ് ട്രാൻസ്പാരൻസി എന്ന് വെച്ചാൽ സെൻസസ് ഡാറ്റ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് പബ്ലിക്കലി അവൈലബിൾ ആയിരിക്കും. എന്ന് വെച്ചാൽ ടൈം ഡിലേ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ കറക്റ്റ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യണം രീതിയിൽ വേണം എന്ത് ചെയ്യാനും പ്രൊവൈഡ് ചെയ്യുക. ഡാറ്റ പബ്ലിക്കലി അവൈലബിൾ രീതിയിൽ പ്രൊവൈഡ് ചെയ്യുക. വാല്യുബിൾ റിസോഴ്സ് ആണ് ആക്ച്വലി ഈ കളക്ട് ചെയ്ത ഡാറ്റ എന്നൊക്കെ പറയുന്നത് വളരെ വാല്യുബിൾ റിസർച്ച് പറഞ്ഞ ഗവേഷണം, അത് നമ്മൾ റിസർച്ച് ചെയ്യാന്നൊക്കെ പറയില്ലേ, അത് ഈ ഡാറ്റ വെച്ചിട്ടായിരിക്കും ചെയ്യുക. അപ്പൊ ഇത് വാല്യുബിൾ റിസോഴ്സ് ആയിട്ടായിരിക്കും എടുക്കുക. വാല്യുബിൾ റിസോഴ്സ് ആയിട്ട് ആർക്കൊക്കെയാണ് ഇത് വാല്യുബിൾ റിസോഴ്സ്? മെയിൻലി റിസർച്ചേഴ്സിനും ബിസിനസിനും പോളിസി മേക്കേഴ്സിനും ഒക്കെ. സോ അതേപോലെ നെക്സ്റ്റ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉദ്ദേശിക്കുന്നത് റീസൺ സെൻസസ് ആക്ച്വലി ഇവിടെ എന്താ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ടെക്നോളജിയാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഓൺലൈൻ ക്വസ്റ്റനേഴ്സ്, ഡിജിറ്റൽ മാപ്പിംഗ്, GPS. സോ ഇതിലൂടെയൊക്കെ എന്ത് ചെയ്യുക, ഡാറ്റ കളക്ട് ചെയ്തിരിക്കുന്നത് വളരെ എഫിഷ്യന്റ് ആയിട്ടും അക്യുറേറ്റ് ആയിട്ടും ഡാറ്റ കളക്ട് ചെയ്യാം. നെക്സ്റ്റ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് വെച്ചാൽ മെനി കൺട്രീസിൽ സെൻസസ് റെസ്പോൺസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ആരാ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇവിടെ സ്ട്രിക്ട്ലി കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. അപ്പൊ അത് ആദ്യം ഉറപ്പുവരുത്തണം. ഇൻഡിവിജ്വൽ പ്രൈവസി ഉണ്ടെന്ന് ആദ്യം എന്തെങ്കിലും ഉറപ്പുവരുത്തണം. സോ ഇൻഫർമേഷൻ കളക്ട് എന്ന് പറയുന്നത് യൂസ് ചെയ്തിരിക്കുന്നത് മെയിൻ ആയിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ പർപ്പസസിനാണ് എന്ത് ചെയ്യുക, ഇൻഫർമേഷൻ കളക്ട് ചെയ്തത് വന്നിട്ട് മെയിനായി യൂസ് ചെയ്യുക. ഓക്കെ,
മനസ്സിലായോ? അപ്പോ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അപ്പൊ ശ്രദ്ധിക്കുക. സെൻസസ് എന്ന് വെച്ചാൽ ആക്ച്വലി ഒരു പോപ്പുലേഷൻ നമ്മൾ സർവേ കണ്ടക്ട് ചെയ്യാണ്. ഗവൺമെന്റ് ആണ് കണ്ടക്ട് ചെയ്യുക. ഡീറ്റെയിൽ ആയിട്ട് ഡെമോഗ്രാഫിക് ഇൻഫർമേഷൻ ഓരോ ഇൻഡിവിജ്വലിൽ നിന്നും എടുക്കുക. വിത്തിൻ ഒരു സ്പെസിഫിക് കൺട്രിന്നോ ടെറിറ്ററിന്നോ വെച്ചൊരു ഏരിയൻ്റെ ഉള്ളിൽ നിന്നോ. സെൻസസിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഡാറ്റ ഒരു സ്പെസിഫിക് ഫാക്ടേഴ്സ് ബേസ് ചെയ്തിട്ടായിരിക്കും കളക്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഉള്ള പ്ലേ ചെയ്യുന്ന പോളിസി മേക്കിങ്ങിനും റിസോഴ്സ് അലോക്കേഷനും പ്ലാനിങ്ങിനും ഒക്കെ. അപ്പോൾ പോപ്പുലേഷൻ സെൻസസ് പറയുന്നത് എല്ലാ 10 വർഷം കൂടുമ്പോഴായിരിക്കും കണ്ടക്ട് ചെയ്യുക. അപ്പോൾ ചിലപ്പം ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് ഷോർട്ട് ഇന്റർവെല്ലും കണ്ടക്ട് ചെയ്യുന്നതുണ്ട്. എന്തൊക്കെയാണ് സെൻസസിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞാൽ കോംപ്രിഹെൻസീവ് ഡാറ്റ കളക്ഷൻസ്, അതേപോലെ പീരിയോഡിക് പ്രോസസ്സ്, വൈഡ് റേഞ്ച് ഓഫ് ഡാറ്റ. ഇപ്പോൾ ഇവിടെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡാറ്റയാണുള്ളത്. ഡെമോഗ്രാഫിക്, അതേപോലെ ഹൗസിംഗ് കണ്ടീഷൻ, എക്കണോമിക് ആക്ടിവിറ്റി, എഡ്യൂക്കേഷൻ ലെവൽ, ഹെൽത്ത് ഡാറ്റ, ലീഗൽ റിക്വയർമെന്റ്, അക്യുറസി ആൻഡ് കവറേജ്, ഗവൺമെന്റ് യൂസ് ഫോർ പോളിസി പ്ലാനിങ്. നെക്സ്റ്റ് അതേപോലെ പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ, സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ് പ്ലാനിങ്. പബ്ലിക് യൂസ് ആൻഡ് ട്രാൻസ്പാരൻസി, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, കോൺഫിഡൻഷ്യാലിറ്റി. ഓക്കെ, സോ ഇത് ക്ലിയർ ആയോ? എനിക്കൊന്ന് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടേക്കണേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യണേ. അതേപോലെ എനിക്ക് ഇന്നലെ 2-3 പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ അവരുടെയൊക്കെ ഇതൊക്കെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ട് സാറോടാണ് ഇൻഫോം ചെയ്തിരിക്കണേ. ഓക്കെ, അപ്പം ഒരു ആഡ് ചെയ്യാന്നുള്ള രീതിയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, സോ അപ്പൊ ഞാൻ നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് കിടക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യണേ. സോ ശ്രദ്ധിക്കുക, നെക്സ്റ്റ് ആണ് നാഷണൽ ഇൻകം സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സോ ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ 2 പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക കേട്ടോ. നാഷണൽ ഇൻകം സ്റ്റാറ്റിസ്റ്റിക്സ് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി ഈ ഡാറ്റ എന്തിനാ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ എക്കണോമിക് ആക്ടിവിറ്റി മെഷർ ചെയ്യാനും ഓവറോൾ കൺട്രിയിലെ എക്കണോമിക് പെർഫോമൻസ് മെഷർ ചെയ്യാനും വേണ്ടിയിട്ടാണ്. സോ ഇതിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വന്നിട്ട് വിത്തിൻ കൺട്രിയിൽ വന്നിട്ട് എത്ര പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? ഓക്കെ, അതാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് എത്രയുണ്ട് കൺട്രീൻ്റെ ഉള്ളിൽ തന്നെ ഒരു സ്പെസിഫിക് പീരീഡിൽ. 1 വർഷമാകാം, ക്വാർട്ടർ ആകാം, 3 മാസം കൂടുമ്പോഴാകാം. സോ മെയിൻ ആയിട്ട് ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ടൂളാണ് എക്കണോമിസ്റ്റിനും പോളിസി മേക്കേഴ്സും അനലിസ്റ്റിനും. ഈ എക്കണോമിക്കിലെ ഹെൽത്ത്, അതായത് കൺട്രി, ഇതൊക്കെ വന്നിട്ട് അനലൈസ് ചെയ്യാൻ. അസസ് ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അനലൈസ് ചെയ്യാന്നാണ് അതിന്റെ മീനിങ് കേട്ടോ. അസസ് ചെയ്യാന്ന് വെച്ചാൽ അപ്പോൾ നാഷണൽ ഇൻകം സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് വളരെ പ്രൈമറിലി യൂസ് ആണ്. ആക്ച്വലി എന്ത് കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, GNP, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്, അതേപോലെ അടുത്ത റിലേറ്റഡ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ. സോ ആക്ച്വലി അതിൽ അതായത് വളരെ എസെൻഷ്യൽ ആണ് എക്കണോമിക് പെർഫോമൻസ് ഒക്കെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ടൈംലി. അപ്പൊ എന്താ നാഷണൽ ഇൻകം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വെച്ചാൽ നാഷണൽ ഇൻകം സ്റ്റാറ്റിസ്റ്റിക്സ് ഉദ്ദേശിക്കുന്നത് ഡാറ്റ അല്ലെങ്കിൽ അതേപോലെ എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ എക്കണോമിക് ആക്ടിവിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എക്കണോമിക് ആക്ടിവിറ്റി ഉദ്ദേശിക്കുന്ന ഒരു കൺട്രിയിലെ ഓവറോൾ എക്കണോമിക് പെർഫോമൻസ്, നമ്മുടെ കൺട്രിയിൽ എത്രയുണ്ട് GDP ന്റെ അർത്ഥം എന്താ? നമ്മുടെ കൺട്രീനുള്ളിൽ തന്നെ ഡൊമസ്റ്റിക്കിൽ എത്ര ഗുഡ്സ് ആൻഡ് സർവീസ് വന്നിട്ട് പ്രൊഡ്യൂസ് ചെയ്തു. അതാണ്
ഈ സ്റ്റാറ്റിസ്റ്റിക്സിലൂടെ ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് വന്നിട്ട് എത്രയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഒരു കൺട്രിന്റെ ഉള്ളിൽ ഒരു സ്പെസിഫിക് പീരീഡിൽ. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്കണോമിസ്റ്റിനും പോളിസി മേക്കേഴ്സും അനലിസ്റ്റിനും ഒക്കെ മെയിൻ ആയിട്ട് എക്കണോമിക് ഹെൽത്ത് വന്നിട്ട് അനലൈസ് ചെയ്യാൻ കൺട്രിയുടെ ഗ്രോത്ത് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട്. സോ നാഷണൽ ഇൻകം സ്റ്റാറ്റിസ്റ്റിക്സ് മെയിനായിട്ട് എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ GDP കാൽക്കുലേറ്റ് ചെയ്യാൻ, അതേപോലെ GNP കാൽക്കുലേറ്റ് ചെയ്യാൻ, അതർ റിലേറ്റഡ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ. സോ മെയിൻ ആയിട്ട് എന്തിനാ വേണ്ടതെന്ന് വെച്ചാൽ ഈ എക്കണോമിക് പെർഫോമൻസ് ഒക്കെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി അതേപോലെ എന്തൊക്കെയാ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു കാര്യമാണ്, എന്താണ് അടുത്തത് നോക്കാം. അതായത് ഇവിടെ ഇപ്പോ നാഷണൽ ഇൻകം സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഫീച്ചേഴ്സ് നമുക്ക് ശ്രദ്ധിക്കുക. മെഷർമെന്റ് ഓഫ് എക്കണോമിക് പെർഫോമൻസ് ഉദ്ദേശിച്ച് നാഷണൽ ഇൻകം സ്റ്റാറ്റിസ്റ്റിക്സ് മെയിൻ ആയിട്ട് ഒരു കൺട്രിയിലെ എക്കണോമിക് ഔട്ട്പുട്ട് ആണ് നോക്കുന്നത്. അതായത് ക്വാണ്ടിറ്റി പറയുമ്പോൾ അത് എത്രയാണെന്ന് കൗണ്ട് നോക്കുകയാണ്. സോ ഇത് എന്തൊക്കെയാന്ന് വെച്ചാൽ അതായത് എക്കണോമിക് ഔട്ട്പുട്ട് ഓഫ് എ കൺട്രി ഉദ്ദേശിക്കുന്നത് ടോട്ടൽ ഇൻകം, എത്ര ഇൻകം ആണ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് പ്രൊഡക്ഷനിലും വേജസിലും പ്രോഫിറ്റിലും റെന്റിലൊക്കെ എത്ര ഇൻകം ആണ് ജനറേറ്റ് ചെയ്തിരിക്കണം നോക്കിയിരിക്കണം. അതായത് അഗ്രികൾച്ചറൽ ആയിക്കോട്ടെ, ഇൻഡസ്ട്രി ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, അതിലൊക്കെ. അപ്പൊ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിലൂടെ എന്തൊക്കെയാണ് ഒരു കൺട്രിയിലെ എക്കണോമിക് ഔട്ട്പുട്ട് എത്രയുണ്ടെന്നാണ് നോക്കിയിരിക്കുന്നത്. സോ അതിൽ വരുന്നതാണ് എത്ര ഇൻകം ആണ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് പ്രൊഡക്ഷനിലും വേജസിലും പ്രോഫിറ്റിലും റെന്റിലും ഒക്കെ എല്ലാ സെക്ടേഴ്സിലും. സോ അതേപോലെ മെയിൻ ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ട് എന്തൊക്കെയാണ് നാഷണൽ ഇൻകം സ്റ്റാറ്റിസ്റ്റിക്സ് ഉദ്ദേശിക്കുന്നത്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്, നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഒന്ന് ശ്രദ്ധിക്കണേ, ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഓരോന്നും എന്താണെന്ന് അറിഞ്ഞാലേ നമുക്ക് പ്രോബ്ലത്തോട്ട് കിടക്കാൻ പറ്റുള്ളൂ കേട്ടോ. GDP എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. GNP എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. NNP എന്ന് പറഞ്ഞാൽ എന്താ? നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്. NDP എന്ന് പറഞ്ഞാൽ എന്താ? നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. അപ്പോൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ പ്രൊഡ്യൂസ്ഡ് വിത്തിൻ എ കൺട്രീസ് ബോർഡേഴ്സ് ഡ്യൂറിംഗ് എ സ്പെസിഫിക് പീരീഡ്. അതായത് ഗുഡ്സ് ആൻഡ് സർവീസസ് വന്നിട്ട് ഒരു കൺട്രീൻ്റെ ഉള്ളിൽ എത്രയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് വന്നിട്ട് കൺട്രീനുള്ളിൽ എത്ര പ്രൊഡ്യൂസ് ചെയ്ത ഒരു സ്പെസിഫിക് പീരീഡിൽ, അതാണ് GDP. മനസ്സിലായോ? അപ്പോൾ ഉടനെ തന്നെ GDP കേൾക്കുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കണം ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ എ കൺട്രീസ് ബോർഡേഴ്സ്. ഒരു കൺട്രി ബോർഡേഴ്സിൽ എത്ര ഗുഡ്സ് ആൻഡ് സർവീസ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ഉദ്ദേശിക്കുന്നത് GDP പോലെ തന്നെയാണ്, പക്ഷെ ഇൻകം ഫ്രം അബ്രോഡ്, വെളിയിൽ നിന്ന് കിട്ടിയ ഇൻകം ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുക ഈ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റിൽ നിന്ന്. അതായത് ഇൻകം സിറ്റീസൺ വന്നിട്ട് എത്ര ഏൺ ചെയ്തിട്ടുണ്ട്, വർക്കിംഗ് ഓവർസീസ് പുറത്ത് വർക്ക് ചെയ്തവർ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എത്ര വന്നിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് എത്ര റിട്ടേൺ കിട്ടിയിട്ടുണ്ട് അബ്രോഡ് നിന്ന്, അതാണ് ഏതിനാ ഇൻക്ലൂഡ് ചെയ്യാന്ന് വെച്ചാൽ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ആണ് ഇൻക്ലൂഡ് ചെയ്യുക. അപ്പൊ GDP പോലെ തന്നെ സിമിലർ ആണ്, പക്ഷെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ് ഇൻകം ഫ്രം അബ്രോഡ് ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് വിത്തിൻ എ കൺട്രിയാണ്. ഒരു കൺട്രീൻ്റെ ഉള്ളിൽ എത്ര ഗുഡ്സ് ആൻഡ് സർവീസ് വന്നിട്ട് പ്രൊഡ്യൂസ് ചെയ്തെന്നുള്ളതാണ് സ്പെസിഫിക് പീരീഡിൽ. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ GDP പോലെ തന്നെയാണ് അവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അബ്രോഡ് നിന്ന് എത്ര ഇൻകം കിട്ടിയിട്ടുണ്ട്. മനസ്സിലായോ? ആ ഇൻകം എവിടെ കാണിക്കുക? ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റിൽ. ഇനി നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ഉദ്ദേശിക്കുന്നത് GNP അഡ്ജസ്റ്റ് ചെയ്യുക, അതായത് ഡിപ്രീസിയേഷൻ, അതേപോലെ ക്യാപിറ്റൽ ഗുഡ്സ് എത്ര റിഡക്ഷൻ വന്നു, അതൊക്കെ GNP അതെവിടെ കാണിക്കുക? NNP-യിലാണ് കാണിക്കുക. NDP പറഞ്ഞ നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്, GDP അഡ്ജസ്റ്റ് ചെയ്യുക ഡിപ്രീസിയേഷൻ. ഓക്കെ, മെയിൻ ഇൻഡിക്കേറ്റേഴ്സ് അപ്പൊ എന്തൊക്കെയാണ്? GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്. ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് എത്രയാണ് ഒരു കൺട്രീനുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്ത് സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിൽ. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ GDP പോലെ തന്നെ ഈക്വൽ ആണ്, പക്ഷെ അവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇൻകം ഫ്രം അബ്രോഡ് ആണ്. അതേപോലെ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ GNP അഡ്ജസ്റ്റ് ചെയ്യുക ഡിപ്രീസിയേഷനിൽ, അതായത് റെഡ്യൂസ് ചെയ്യുക വാല്യൂ ക്യാപിറ്റൽ ഗുഡ്സിൽ. നെറ്റ് നാഷണൽ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ GDP അഡ്ജസ്റ്റ് ചെയ്യുക ഡിപ്രീസിയേഷനിൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തത് ഇൻകം ഫ്രം ഡിഫറെന്റ് സെക്ടേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. നാഷണൽ ഇൻകം സ്റ്റാറ്റിസ്റ്റിക്സ് ആക്ച്വലി ബ്രേക്ക് ചെയ്തിരിക്കുന്നത്, ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഡിഫറെന്റ് സെക്ടേഴ്സ് ആയിട്ടാണ്. എന്തൊക്കെയാന്ന് വെച്ചാൽ പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെറിട്ടറി സെക്ടർ. പ്രൈമറി സെക്ടർ ഉദ്ദേശിക്കുന്നത് അഗ്രികൾച്ചറും മൈനിങ്ങും ആണ്. സെക്കൻഡറി സെക്ടർ ഉദ്ദേശിക്കുന്നത് മാനുഫാക്ചറിംഗും കൺസ്ട്രക്ഷനും ആണ്. ടെറിട്ടറി സെക്ടർ ഉദ്ദേശിക്കുന്നത് സർവീസ്, ഫിനാൻസ്, IT ആണ്. മനസ്സിലായോ? നാഷണൽ ഇൻകം സ്റ്റാറ്റിസ്റ്റിക്സ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്, ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഡിഫറെന്റ് സെക്ടേഴ്സ് ഓഫ് എക്കോണമി ആയിട്ടാണ്. പ്രൈമറി സെക്ടർ എന്ന് വെച്ചാൽ അഗ്രികൾച്ചറും മൈനിങ്ങും, സെക്കൻഡറി സെക്ടർ എന്ന് വെച്ചാൽ മാനുഫാക്ചറിംഗും കൺസ്ട്രക്ഷനും, ടെറിട്ടറി സെക്ടർ എന്ന് പറഞ്ഞാൽ സർവീസും ഫിനാൻസും IT-യും. അപ്പൊ അടുത്തതാണ് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഉദ്ദേശിക്കുന്നത്. നാഷണൽ ഇൻകം സ്റ്റാറ്റിസ്റ്റിക്സ് എന്തിനാ ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ അതായത് എത്ര ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിഫറെന്റ് ഗ്രൂപ്പ്സിൽ. അതായത് എത്ര വേജസ് ആണ് ലേബറിന് കൊടുത്തിരിക്കുന്നത്, ബിസിനസിന്റെ പ്രോഫിറ്റ് എത്രയാണ്, ലാൻഡിന് റെന്റ് എത്ര കൊടുത്തിട്ടുണ്ട്. ഈ അനാലിസിസ് ഒക്കെ എന്തിനാ ഹെൽപ്പ് ചെയ്യണ? ഇൻകം ഇൻഇക്വാളിറ്റി എത്ര ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനും അതിന്റെ ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നാഷണൽ ഇൻകം സ്റ്റാറ്റിസ്റ്റിക്സിലൂടെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും എത്ര ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഡിഫറെന്റ് ഗ്രൂപ്പ്സിൽ.
ലേബറിന് എത്ര വേജസ് കൊടുത്തിട്ടുണ്ട്, ബിസിനസ്സിൽ എത്ര പ്രോഫിറ്റ് വന്നിട്ടുണ്ട്, ലാൻഡിൽ എത്ര റെന്റ് ഉണ്ട്. ഈ അനാലിസിസിലൂടെ നമുക്ക് എത്ര ഇൻകം ഇൻഇക്വാളിറ്റി ഈക്വൽ ആയിട്ട് വരാന്നിട്ടില്ല എന്നോ അതിന്റെ ട്രെൻഡും അനലൈസ് ചെയ്യാൻ സാധിക്കും. അതാണ് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. അടുത്താണ് എക്കണോമിക് ഗ്രോത്ത് അനാലിസിസ് ഉദ്ദേശിക്കുന്നത് നാഷണൽ ഇൻകം സ്റ്റാറ്റിസ്റ്റിക്സ് ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഈ ഇക്കണോമിക് ഗ്രോത്തിന്റെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനും. സോ ഡിഫറൻസ് ബിറ്റ്വീൻ രണ്ട് കോൺസിക്യൂട്ടീവ് ഇയേഴ്സിന്റെ ആ GDP ഡിഫറൻസ് ബിറ്റ്വീൻ GDP ഇൻ 2 കോൺസിക്യൂട്ടീവ് ഇയേഴ്സ്. സോ അതെന്തിനാ ഹെൽപ്പ് ചെയ്യണേ പറഞ്ഞാൽ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്കോണമി എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടോ കോൺട്രാക്ട് ചെയ്യേണ്ടോന്ന്. എക്സ്പാൻഡ് ചെയ്യുക പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്യുക, കോൺട്രാക്ട് ചെയ്യുക പറഞ്ഞാൽ ഡിക്രീസ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എക്കണോമിക് ഗ്രോത്ത് അനലൈസ് പറയുമ്പോൾ നാഷണൽ ഇൻകം സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്കണോമിക് ഗ്രോത്ത് വന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ. സോ GDP രണ്ട് കോൺസിക്യൂട്ടീവ് ഇയേഴ്സിൽ ആ ഡിഫറൻസ് ബിറ്റ്വീൻ GDP എന്ന് പറയുമ്പോൾ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അനലൈസ് ചെയ്യാൻ സാധിക്കും എക്കോണമി എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടോ കോൺട്രാക്ട് ചെയ്യുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യാൻ പറ്റും, അനലൈസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അടുത്തതാണ് അതേപോലെ തന്നെ അഡ്ജസ്റ്റ്മെന്റ് ഫോർ ഇൻഫ്ലേഷൻ ആണ്. അഡ്ജസ്റ്റ്മെന്റ് ഫോർ ഇൻഫ്ലേഷൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇവിടെ മെയിൻ ആയിട്ട് അതായത് പ്രൈസ് ലെവലിൽ എത്ര ചേഞ്ചസ് വന്നിട്ടുണ്ട്, റിയൽ GDP എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നോമിനൽ GDP അത് ഇൻഫ്ലേഷൻ പറഞ്ഞാൽ റൈസ് ഇൻ ദ പ്രൈസ് ഓഫ് ലെവൽ ആണ് കേട്ടോ. പ്രൈസ് കൂടാന്നുള്ള ഇൻഫ്ലേഷൻ പറഞ്ഞ അപ്പൊ മോർ അക്യുറേറ്റ് ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കും. ഇതിലൂടെ എക്കണോമിക് ഗ്രോത്ത് ടൈമിൽ എങ്ങനെയാണെന്ന് കൂടെ അറിയാൻ സാധിക്കും. മനസ്സിലായോ? നോമിനൽ GDP എന്ന് ഉദ്ദേശിക്കുന്നത് നോമിനൽ GDPന്റെ മീനിങ് എന്താ അവിടെ മെഷർ ചെയ്യണേ പറഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസസിനാണ് മെഷർ ചെയ്യുന്നത്. കറന്റ് മാർക്കറ്റ് പ്രൈസ് ബേസ് ചെയ്തിട്ടാണ് ഗുഡ്സ് ആൻഡ് സർവീസ് മെഷർ ചെയ്യുന്നത്. അപ്പൊ നോമിനൽ GDP എന്താ മെഷർ ചെയ്യുന്നത്, മെഷേഴ്സ് ദ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അറ്റ് കറന്റ് മാർക്കറ്റ് പ്രൈസ്. റിയൽ GDP എന്താ മെഷർ ചെയ്യണേ പറഞ്ഞാൽ കോൺസ്റ്റന്റ് പ്രൈസസ്, അതായത് ഇൻഫ്ലേഷൻ വന്നിട്ട് എന്ത് ചെയ്യുന്നില്ല, അവർ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോൾ നോമിനൽ GDP എന്താ മെഷർ ചെയ്യുന്നത്, ഗുഡ്സ് ആൻഡ് സർവീസസ് കറന്റ് മാർക്കറ്റ് പ്രൈസ് പ്രകാരം മെഷർ ചെയ്യുന്നു. റിയൽ GDPയിൽ കോൺസ്റ്റന്റ് പ്രൈസ് പ്രകാരമാണ് അതിന്റെ വാല്യൂ എന്ന ബേസിൽ അവർ നോക്കുന്നത്. പക്ഷെ അവിടെ അവരെ ഇൻഫ്ലേഷൻ വന്നിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അടുത്തതാണ് ഗവൺമെന്റ് പോളിസി ആൻഡ് പ്ലാനിങ് പറയുമ്പോൾ ഈ പോളിസി മേക്കേഴ്സ് ഒക്കെ എന്ത് ചെയ്യുക, നാഷണൽ ഇൻകം സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. അപ്പോൾ നാഷണൽ ഇൻകം സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, എക്കണോമിക് പോളിസീസ് എന്ത് ചെയ്യുക, ഫോർമുലേറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിന്റെ ബേസ് ചെയ്തിട്ടാണ് ഡിസിഷൻ എടുക്കുക. അതായത് ടാക്സ് റേറ്റ്, ഗവൺമെന്റ് എത്ര സ്പെൻഡ് ചെയ്തു, സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ്, ഇതൊക്കെ എന്താണ് ഇതിന്റെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, അവർ ഡിസിഷൻ എടുക്കുക. അതേപോലെ ഗവൺമെന്റ് പോളിസി ആൻഡ് പ്ലാനിങ് ആക്ച്വലി എന്തിന് മെയിൻ ആയിട്ട് എന്തിനാ യൂസ് ചെയ്യണേ പറഞ്ഞാൽ ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാൻ, എക്കണോമിക് ഗ്രോത്ത് ഡെവലപ്പ് ചെയ്യാൻ, പോവർട്ടി ലെവലൊക്കെ അനലൈസ് ചെയ്യാൻ. അസസിന്റെ മീനിങ് എന്താണ്, അനലൈസ് ചെയ്യാന്നാണ് അസസിന്റെ മീനിങ് കേട്ടോ. അടുത്തതാണ് ഇന്റർനാഷണൽ കമ്പാരിസൺ പറഞ്ഞാൽ നാഷണൽ ഇൻകം സ്റ്റാറ്റിസ്റ്റിക്സിലൂടെ നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കും ഡിഫറെന്റ് കൺട്രീസും അതിന്റെ റീജിയണും. ഇതിലൂടെ എക്കണോമിക്സ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ, അതായത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓൾറെഡി എക്സാമ്പിൾ പറഞ്ഞു, UN, IMF, വേൾഡ് ബാങ്ക്. അപ്പൊ ഇതിലൂടെയൊക്കെ ഇവർക്ക് കൺട്രിയുടെ എക്കണോമിക് പെർഫോമൻസ് ഓവറോൾ ആയിട്ട് അനലൈസ് ചെയ്യാൻ സാധിക്കും. അടുത്തതാണ് ഇൻഡിക്കേറ്റേഴ്സ് ഫോർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഉദ്ദേശിക്കുന്നത് ഈ പെർ ക്യാപിറ്റ നാഷണൽ ഇൻകം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ടോട്ടൽ നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ ആണ്. സോ ഇതിലൂടെ നമുക്ക് ഹെൽപ്സ് ടു ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഒരു കൺട്രിയിലെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എത്രയാണെന്ന്. ഹയർ പെർ ക്യാപിറ്റ ഇൻകം ആണെന്നുണ്ടെങ്കിൽ ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആണ്, അല്ലെങ്കിൽ എന്താണ് അവിടെ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും വരിക. അടുത്തതാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുമ്പോൾ നാഷണൽ ഇൻകം സ്റ്റാറ്റിസ്റ്റിക്സിലൂടെ നമുക്ക് ബാലൻസ് ഓഫ് പേയ്മെന്റ് നോക്കാൻ പറ്റും. ബാലൻസ് ഓഫ് പേയ്മെന്റ് പറയുമ്പോൾ എന്താണ്, ഇൻകം ഈക്വൽ ടു എക്സ്പെൻസ് ആണ്. അതായത് ബാലൻസ് ഓഫ് പേയ്മെന്റിൽ എക്സ്പോർട്ട് ഉണ്ട്, ഇമ്പോർട്ട് ഉണ്ട്, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഉണ്ട് ഓൾ ഓവർ ദ വേൾഡിൽ. ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഈ ഫിഗേഴ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കൺട്രിയിലെ എക്കണോമിക് റിലേഷൻഷിപ്പ് അറിയാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ആദ്യം നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോ നമുക്ക് ഇനിയിപ്പം ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. കാരണം നമുക്ക് ഇതിന്റെ നാഷണൽ ഇൻകം സ്റ്റാറ്റിസ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ട് 2 പ്രോബ്ലം ഉണ്ട്. അതേപോലെ നെക്സ്റ്റ് ഈ നാഷണൽ ഇൻകം സ്റ്റാറ്റിസ്റ്റിക്സ് കൂടാതെ ഒരു 3 ടോപ്പിക്സുകളും കൂടെ ഉണ്ട്. സോ അത് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ എടുക്കാം. പ്രോബ്ലം നമുക്ക് നാളെ ചെയ്യാം കേട്ടോ. ഓക്കെ, സോ എന്തൊക്കെയാണ് അപ്പൊ ഫീച്ചേഴ്സ് ഓഫ് നാഷണൽ ഇൻകം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വെച്ചാൽ മെഷർമെന്റ് ഓഫ് എക്കണോമിക് പെർഫോമൻസ്, മെയിൻ ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ് നാഷണൽ ഇൻകം സ്റ്റാറ്റിസ്റ്റിക്സിലെ, GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കണം. GDP എന്താണ്, GNP എന്താണ്, NNP എന്താണ്, NDP എന്താണെന്ന് മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, GNP ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്, NNP നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്, NDP നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഇൻകം ഫ്രം ഡിഫറെന്റ് സെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്, ആക്ച്വലി സെക്ടേഴ്സ് ഈസ് ഡിവൈഡ് ഇൻടു മെയിൻലി 3. ഫസ്റ്റ് സെക്ടർ പ്രൈമറി സെക്ടർ, നെക്സ്റ്റ് സെക്കൻഡറി സെക്ടർ, നെക്സ്റ്റ് ടെറിട്ടറി സെക്ടർ. സോ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, എക്കണോമിക് ഗ്രോത്ത് അനാലിസിസ്, അഡ്ജസ്റ്റ്മെന്റ് ഫോർ ഇൻഫ്ലേഷനിലെ നോമിനൽ GDP ഉണ്ട്, റിയൽ GDP ഉണ്ട്. നോമിനൽ GDP എങ്ങനെയാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് വാല്യൂ ചെയ്യുക പറഞ്ഞാൽ കറന്റ് മാർക്കറ്റ് പ്രൈസ് പ്രകാരമാണ് വാല്യൂ ചെയ്യുക. റിയൽ GDP എന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ് പ്രൈസ് പ്രകാരം വന്നിട്ട് വാല്യൂ ചെയ്യും. പക്ഷെ അവിടെ എന്ത് ഇൻക്ലൂഡ് ചെയ്യില്ല, ഇൻഫ്ലേഷൻ ഇൻക്ലൂഡ് ചെയ്യൂല. എക്സ്ക്ലൂഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒഴിവാക്കാന്നാണ് അർത്ഥം കേട്ടോ. ഗവൺമെന്റ് പോളിസി ആൻഡ് പ്ലാനിങ്, ഇന്റർനാഷണൽ കമ്പാരിസൺ, ഇൻഡിക്കേറ്റേഴ്സ് ഫോർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്, ബാലൻസ് ഓഫ് പേയ്മെന്റ്. ഓക്കെ, സോ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ന് ചാറ്റ് ലിസ്റ്റിൽ ഇട്ടേക്കണേ.
സോറി, ചാറ്റ് ലിസ്റ്റ് ഇട്ടപ്പോ എനിക്ക് കാണാൻ പറ്റൂലല്ലോ. എനിക്ക് വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്യണേ, ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യാട്ടോ. ഞാനിപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഈ 2 പ്രോബ്ലം നാളത്തെ ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ക്വസ്റ്റ്യൻസിലോട്ട് പോണ സമയത്ത് എൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ചെയ്തു വരണേ. ഓക്കെ, ഇപ്പൊ നമുക്ക് ചാറ്റ് ലിസ്റ്റ് നമുക്ക് 2 പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് സെൻഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയാലും അവിടെ നിങ്ങൾ ഒരു നോട്ട് വയ്ക്കുക, ഉടനെ തന്നെ നോട്ട് ചെയ്ത് തരിക കേട്ടോ. സോ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, what is the primary function of National Statistical Office in India? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിലെ പ്രൈമറി ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി നമുക്ക് ഇവിടെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. ടു കളക്ട് ടാക്സ് ഡാറ്റ, ടു ഇഷ്യൂ കറൻസി, ടു കമ്പൈൽ ആൻഡ് റിലീസ് ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓൺ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ഇന്ത്യൻ എക്കോണമി, ടു റെഗുലേറ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്. നമ്മുടെ എന്താ ആൻസർ? ടു കമ്പൈൽ ആൻഡ് റിലീസ് ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓൺ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ഇന്ത്യൻ എക്കോണമി. സോ ഓപ്ഷൻ സി എന്ന് പറയുന്നതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ്. സോ മെയിൻ റെസ്പോൺസിബിലിറ്റി വിച്ച് ഓഫ് ദ ഫോളോയിങ് എന്ന് ചോദിച്ചിരിക്കുന്നത്, കണ്ടക്ടിങ് എലക്ഷൻ, ഫോർമുലേറ്റിംഗ് ഗവൺമെന്റ് പോളിസി, സിസ്റ്റമാറ്റിക് നാഷണൽ ഇൻകം ആൻഡ് പ്രൊഡ്യൂസ് ഓഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്, മാനേജിംഗ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ ആക്ച്വലി മെയിൻ ആയിട്ട് എന്താന്ന് വെച്ചാൽ എസ്റ്റിമേറ്റിംഗ് നാഷണൽ ഇൻകം ആൻഡ് പ്രൊഡ്യൂസിംഗ് ഓഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഓപ്ഷൻ സി ആണ്. അടുത്തതാണ് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് ഇൻ ഇന്ത്യ ഈസ് മെയിൻലി റെസ്പോൺസിബിൾ ഫോർ conducting population census, collecting data on various socio-economic factors like employment, education, health, regulating industrial production, implementing trade policies. Answer എന്താണ്? Collecting data on various socio-economic factors like employment, education, health. Okay. അടുത്തതാണ്, which of the following is not part of Indian census data collection? Population count, income distribution, housing condition, employment statistics. ദാറ്റ് ഈസ് നമുക്കറിയാം ഇന്ത്യൻ സെൻസസ് ഡാറ്റ കളക്ഷനിൽ പാർട്ട് അല്ലാത്തതെന്ന് പറയുമ്പോൾ എന്താണ് അവിടെ? അതിന് എംപ്ലോയ്മെന്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അല്ലെ? സോ അപ്പൊ കാരണം നമ്മൾ ഇന്ത്യൻ സെൻസസ് നമ്മൾ സെൻസസ് നടത്തുന്ന സമയത്ത് പോപ്പുലേഷന്റെ കൗണ്ട്, മിനിക്കും, ഹൗസിംഗ് ഇതെല്ലാം ചോദിക്കും. എംപ്ലോയ്മെന്റ് സ്റ്റാറ്റിസ്റ്റിക്സ് വേണ്ടി ആരാ കളക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ NSS ആണ്, നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് ആണ്, അല്ലാതെ സെൻസസ് അല്ല. അതാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. സെൻസസ് ഓഫ് ഇന്ത്യ എപ്പോഴാണ് കണ്ടക്ട് ചെയ്യാറുള്ള? എല്ലാ 10 വർഷം കൂടെ സെൻസസ് കണ്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇടയിൽ ഇന്റർവെല്ലൊക്കെ ഇടയിലൊക്കെ കണക്ട് ചെയ്യുന്നത് ഒരു സ്പെസിഫിക് പർപ്പസസിന് വേണ്ടിയിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഇടയിൽ സർവേ കണ്ടക്ട് ചെയ്യുക. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ സെൻസസ് ഓഫ് ഇന്ത്യ എപ്പോഴാണ് കണ്ടക്ട് ചെയ്യുന്ന പറഞ്ഞാൽ എല്ലാ 10 വർഷം കൂടുമ്പോഴായിരിക്കും കണ്ടക്ട് ചെയ്യുക. ഓക്കെ, അടുത്താണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ കാൽക്കുലേഷൻ ഓഫ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴേ അറിയുള്ളൂ. ഇപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം, നാളെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇതിൽ ഏതാണ് ഇൻക്ലൂഡ് ചെയ്യാത്തത് GDP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്നാണ്. GDP എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തേക്ക് നമുക്ക് എന്തെന്നറിയാം? ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ എ കൺട്രി എന്ന് പറയാം. അതായത് ഒരു ഗുഡ്സ് ആൻഡ് സർവീസ് വന്നിട്ട് വിത്തിൻ എ കൺട്രിയിൽ വന്നിട്ട് നമ്മുടെ ഒരു ക്വാർട്ടറിലോ ഒരു സ്പെസിഫിക് ഇയറിലോ നമ്മൾ എത്ര പ്രൊഡ്യൂസ് ചെയ്തെന്ന് അറിയുന്നതാണ് GDP എന്ന്. സോ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യാത്തത് എന്താണ്? അതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ഇൻക്ലൂഡ് ഇൻ ദ കാൽക്കുലേഷൻ ഓഫ് GDP എന്ന് ചോദിച്ചിരിക്കണേ. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, പ്രൈവറ്റ് കൺസംഷൻ, എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്, നാഷണൽ ഇൻകം ഫ്രം ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്. നമുക്ക് എന്തെന്നറിയാം? നാഷണൽ ഇൻകം ഫ്രം ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കാണിക്കില്ല. GDP പറഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണല്ലോ. ആക്ച്വലി ഇത് പാർട്ട് ഓഫ് GNP ആണ്, അല്ലാണ്ട് നോട്ട് GDP. മനസ്സിലായോ? സോ മനസ്സിലായോ? അപ്പൊ അതായത് പാർട്ട് ഓഫ് GNP ഉദ്ദേശിക്കുന്നത് നമുക്ക് GNP പറഞ്ഞാൽ എന്താ? ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ആണ്. ഇൻകം ഫ്രം അബ്രോഡ് നിന്ന് കിട്ടിയ ഇൻകം ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റിലാണ് കാണിക്കുക. അപ്പോൾ ഈ നാഷണൽ ഇൻകം ഫ്രം ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് GNPന്റെ പാർട്ടാണ്, അല്ലാണ്ട് GDPന്റെ പാർട്ടല്ല. അങ്ങനെയാണ് അത് കൊടുത്തിരിക്കുന്നത് കേട്ടോ ബ്രാക്കറ്റില്. ഓക്കെ, അതായത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൽ നമ്മൾ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറും പ്രൈവറ്റ് കൺസംഷനും എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ടും ആയിരിക്കും എടുക്കുക. ഓക്കെ, അടുത്തതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് മെഷേഴ്സ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ആണ്. ഇതിൽ ഏതാണ് മെഷർ ചെയ്യാന്നുള്ളതാണ്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് പ്ലസ് നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം അബ്രോഡ്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് മൈനസ് ഡിപ്രീസിയേഷൻ, ഇൻകം ഫ്രം ഗവൺമെന്റ് ടാക്സസ്, കൺസംഷൻ എക്സ്പെൻഡിച്ചർ ബൈ ഹൗസ് ഹോൾഡ്. ഇത് ഏതാണ് GNP മെഷർ ചെയ്യാന്നുള്ളതാണ്. ഇതിൽ ഇത്രയും പറഞ്ഞ വെച്ചെങ്കിൽ നിങ്ങൾക്ക് വൃത്തിയായിട്ട് മനസ്സിലാവും എന്താണ് GDP പ്ലസ് നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം അബ്രോഡ് ആണ് എന്തെന്ന് പറയുന്നത് ഈ നമ്മുടെ GNP എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ്. നാളെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ്, what is the purpose of NNP? Net national product ന്റെ മെയിൻ പർപ്പസ് എന്താണ്? ടു മെഷർ ഇൻകം ജനറേറ്റഡ് ബൈ ഡൊമസ്റ്റിക് എക്കോണമി വിതൗട്ട് കൺസിഡറിംഗ് ഡിപ്രീസിയേഷൻ, ടു മെഷർ ഇൻകം ആഫ്റ്റർ കൺസിഡറിംഗ് ഡിപ്രീസിയേഷൻ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ്, ടു മെഷർ ടോട്ടൽ എമൗണ്ട് ഓഫ് ഫോറിൻ എയ്ഡ് റിസീവ്ഡ്, ടു എസ്റ്റിമേറ്റ് ഗ്രോത്ത് റേറ്റ് ഓഫ് എക്കോണമി. നമ്മുടെ ആൻസർ എന്താണ്? ബി ആണ്. ടു മെഷർ ഇൻകം ആഫ്റ്റർ കൺസിഡറിംഗ് ഡിപ്രീസിയേഷൻ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ്. ഓപ്ഷൻ ബി. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് വിച്ച് ഓർഗനൈസേഷൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ എസ്റ്റിമേറ്റിംഗ് നാഷണൽ ഇൻകം ഓഫ് ഇന്ത്യ. ഏത് ഓർഗനൈസേഷൻ ആണ് റെസ്പോൺസിബിൾ നാഷണൽ ഇൻകം ഓഫ് ഇന്ത്യ എസ്റ്റിമേറ്റ് ചെയ്യണം എന്നുള്ളത്?
Ministry of Finance, Reserve Bank of India, Ministry of Statistics and Program Implementation, Ministry of Commerce and Industry. എന്താണ് MISPI ആണ് Ministry of Statistics and Program Implementation and റെസ്പോൺസിബിലിറ്റി ആണ് എസ്റ്റിമേറ്റിംഗ് നാഷണൽ ഇൻകം ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അടുത്തതാണ് ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പോപ്പുലേഷൻ IIP ഈസ് പബ്ലിഷ്ഡ് ബൈ ആരാന്ന് വെച്ചാൽ RBI ആണോ CS ആണോ NSS ആണോ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണോ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ്. അപ്പോൾ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ആരാണ് പബ്ലിഷ് ചെയ്യുക CSO സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് കേട്ടോ. അടുത്തതാണ് which of the following statement is true regarding national sample survey NSS ഇത് ഏതാണ് true? NSS conduct survey only once every decade. NSS collect data on various socio-economic parameters sample basis. NSS is non-government body. NSS only collect data on agricultural production. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ B ആണ്. NSS collect data on various socio-economic parameters sample basis. Okay. Which of the following is true about Indian census ആണ്? It includes population of urban areas. It collects information on household, housing and occupation. It is conducted annually. It does not include information on religion and caste. അപ്പോൾ ഇതിൽ ഏതാണ് ട്രൂ എന്ന് പറയുന്നത്? It collects information on household, housing and occupations. Okay. So ഇന്നത്തെ ക്ലാസ് നമുക്ക് അപ്പോൾ എടുത്തത് എന്തൊക്കെയാന്ന് വെച്ചാൽ ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, അതേപോലെ നെക്സ്റ്റ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഓഫീസ്, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സാമ്പിൾ സർവേ, അതേപോലെ തന്നെ നെക്സ്റ്റ് ആണ് എന്തെടുത്തിട്ടുണ്ടായിരുന്നത് സെൻസസ്, നെക്സ്റ്റ് നാഷണൽ ഇൻകം സ്റ്റാറ്റിസ്റ്റിക്സ്. ഇനി നാളെ നാഷണൽ ഇൻകം സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പ്രോബ്ലം, മെത്തേഡ്സ് ഓഫ് നാഷണൽ ഇൻകം അത് നമുക്ക് ചെയ്യാം, പിന്നെ ടൈം ഫാക്ടർ അത് നമുക്ക് ചെയ്യാം. ഓക്കെ. സോ ഇന്നത്തെ ക്ലാസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ. സോ അതേപോലെ തന്നെ ഇന്നലെ എനിക്ക് അഞ്ജന, സൗമ്യ, 2-3 പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഫീഡ്ബാക്ക് ചെയ്തിട്ട് ആഡ് ആയിട്ടില്ല എന്നുള്ളവര്. അത് സാറിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മാമിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ അയച്ച മെയിൽ ID, രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. സാറെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ. അതേപോലെ നിങ്ങൾ ഇനി അടുത്ത കാര്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നാളത്തെ ക്ലാസ് കറക്റ്റ് 7:30 വരിക. നന്നായി ഇരുന്ന് പഠിക്കുക, നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുക. എപ്പോഴും പറയുന്നതിന് എനിക്ക് പറയാനുള്ളത് എല്ലാവരും കറക്റ്റ് റാങ്ക് ലിസ്റ്റിൽ വരണം, നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ തന്നെ വർക്ക്ഔട്ട് ചെയ്യുക. ഞാനും ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റിവിഷൻ ടെസ്റ്റ് ക്ലാസ് വെക്കുന്ന സമയത്ത് വർക്ക്ഔട്ട് ചെയ്യുന്നതായിരിക്കും. ഡൗട്ട് ഉണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്ത് എനിക്ക് അയക്കുക. ഒന്ന് എനിക്ക് ആരായിരുന്നു നീതു എനിക്ക് എന്ത് ഡൗട്ട് എനിക്ക് അയച്ചിട്ടുണ്ട്. ഞാനത് ശനിയാഴ്ച ഞാൻ ഇത് കറക്റ്റായിട്ട് പറഞ്ഞു തരാം. ഓക്കെ. ശനിയാഴ്ച എനിക്ക് കോളേജ് ഇല്ല, ഫ്രീ ആണ്, ക്ലാസ് ഇല്ല. സോ ആ ഫ്രീ ടൈമിൽ ഞാൻ പറഞ്ഞു തരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ചോദിച്ചു വെക്കുക. ഓക്കെ. സോ ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഓക്കെ. ഓക്കെ അനീഷ. NSSO CSO ഫോം ചെയ്യാത്ത ഇയർ. ഓക്കെ. ഞാൻ ഏതൊക്കെ ഇയർ എന്ന് ഞാൻ നോക്കിയിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ. എന്നോട് ഒരു സ്റ്റുഡൻറ് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. NSSO CSO കണ്ടക്ട് ചെയ്ത നാഷണൽ സാമ്പിൾ സർവേയും അതേപോലെ തന്നെ ഈ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് കണ്ടക്ട് ചെയ്യാത്ത ഇയർ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കണേ. അത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ. ആക്ച്വലി ഇപ്പോൾ CSO NSSO കൂടെ മെർജ് ചെയ്ത് നമുക്ക് NSO വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അത് ഞാൻ ഒരു കാര്യം ചെയ്യാം, മെർജ് ചെയ്തത് എപ്പോൾ കണ്ടക്ട് ചെയ്ത് അതിനുള്ള ഇയറും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ. ആക്ച്വലി മൊമെന്റ്സ് ടോപ്പിക് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ചെക്ക് ചെയ്തോളൂ. ആക്ച്വലി ഒരു 2 weeks ബിഫോർ ആണ് ഞാൻ ക്ലാസ് എടുത്തിട്ടുള്ളത്. ചെക്ക് ചെയ്തോളൂ കേട്ടോ. ഒരു സ്റ്റുഡൻറ് മൊമെന്റ്സ് എടുത്തിട്ടില്ലെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതാണേ. ചാറ്റ് ലിസ്റ്റ് ഓക്കെ ആയോ? എനിക്ക് സെൻഡ് ആവാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെ കേട്ടോ.
ഇല്ല ഇല്ല, എനിക്ക് സെൻഡ് ആവുന്നില്ല. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ക്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ താങ്ക് യു ആൾ. ഗ്രൂപ്പിന്റെ കാര്യം ഞാൻ ഇൻഫോം ചെയ്തിട്ടുണ്ട്. സാറോട് ഞാൻ വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആക്ച്വലി CSOന്റെ ഡിവിഷൻ ഉണ്ടോയെന്ന് എനിക്കൊരു സ്റ്റുഡൻറ് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. CSOന്റെ ഡിവിഷൻസ് ഉണ്ടോയെന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കണം. അതിന്റെ ഡിവിഷൻസ് കൂടെ നമ്മൾ എടുക്കണമെന്നുള്ളത്. അത് ഒന്ന് വേണേൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ നോക്കിയിട്ട് ഇപ്പൊ വേറെ ഏതെങ്കിലും ടോപ്പിക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ എടുത്തു തരാം കേട്ടോ. അത് ഓക്കെ ആണ്. ഓക്കെ, സോ ഓക്കെ, താങ്ക് യു ആൾ. ഓക്കെ. ഓക്കെ, താങ്ക് യു. നാളെ കറക്റ്റ് 7:30 വരെ നന്നായി പഠിക്കുക കേട്ടോ. ഡൗട്ട്